والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. സഹോദരന്മാരും സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പഠന സംരംഭത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ കുടുംബത്തെ പറ്റി. കുടുംബം എന്ന സംവിധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ കുടുംബം എന്ന സംവിധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ധരിക്കുന്നതും കഴിക്കുന്നതും താമസിക്കുന്നതും യാത്ര ചെയ്യുന്നതും ഉപയോഗിക്കുന്നതുമായ എല്ലാ ഉപകരണങ്ങളും വസ്തുക്കളും മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. ഇബ്രാഹിം മാഷ് പറഞ്ഞ പോലെ കണ്ടുപിടിച്ചതാണ്. എന്നാൽ കുടുംബം എന്നത് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. അങ്ങനെ കണ്ടുപിടിക്കാതെ തന്നെ ജന്മനാ ലഭിച്ചിട്ടുള്ള, എന്നാണോ മനുഷ്യൻ ഭൂമിയിൽ വന്നത് അന്ന് അവൻ്റെ കൂടെ അവൻ്റെ കുടുംബമുണ്ട്. ഇന്ന് ഏത് കാട്ടിൻ്റെ ഉള്ളിൽ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കിടയിലും കുടുംബമുണ്ട്. മറ്റൊരു തമാശ അല്ല, ഒരു യാഥാർത്ഥ്യം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വാരിയലെടുത്തിട്ടാണ് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചതെന്നൊരു കഥ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ, എന്തിനാ അപ്പം ആദം നബിൻ്റെ ഒന്ന് എടുത്ത് വേറെ വാരിയലിൽ കിട്ടാൻ ലേറ്റല്ലല്ലോ. ഒരു മനുഷ്യന് നേരെ ചൊവ്വേ നിൽക്കണമെങ്കിൽ അവൻ്റെ കൂടെ അവൻ്റെ ഇണ വേണം. വഖുൽനായ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. ആദം, നീയും നിൻ്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക. അപ്പോൾ ഒരു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗത്തിൽ താമസിക്കാനുള്ള കൽപ്പന ഒറ്റ പോയി താമസിച്ചോന്നല്ല, ഓളും കൂടി കൂട്ടിക്കോണ. എന്താ ഈ ആയത്തിൻ്റെ സന്ദേശം എന്നറിയോ? സ്വർഗത്തിലാണെങ്കിൽ പോലും ആ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ ഇണ വേണമെന്നാണ്. രണ്ടാമത്തേത്, ഇണയുടെ കൂടെയുള്ള ജീവിതം സ്വർഗീയമാവണം എന്നതാണ്. ഇത് രണ്ടാമത്താണ് ഇപ്പം നമുക്കില്ലാത്തത്. ആദ്യത്തെ ചിലപ്പോൾ സ്വർഗത്തിലെത്തിയ ഇണകളെ കിട്ടിയാൽ അത് പൂർത്തിയായി. രണ്ടാമത് പറഞ്ഞ ഈ സംഗതി, കുടുംബം എന്ന സംവിധാനം പലതരത്തിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഭീഷണി? ഒന്ന്, കുടുംബം നിർവഹിക്കുന്ന കുറേ ധർമ്മങ്ങളുണ്ട്. കുടുംബം എന്ന സംവിധാനം കൊണ്ട് പരിപാലിക്കപ്പെടുന്ന കുറേ ധർമ്മങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. കുടുംബം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ ഇപ്പം പൈസ കൊടുത്താൽ കിട്ടും. പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനമില്ല. അപ്പം പിന്നെ എന്തിനാ കുടുംബം എന്ന് ചിന്തിക്കുന്നിടത്ത് ലോകം എത്തി നിൽക്കുക. അപ്പം നിങ്ങൾ പഠിച്ചോളി, എന്തൊക്കെയാ കുടുംബം നിർവഹിക്കുന്ന ധർമ്മം? ഒന്ന്, പെണ്ണിനെ വേണം, പൈസ കൊടുത്താൽ കിട്ടും. ഗർഭപാത്രം വേണം, 10 മാസത്തിന് വാടക കിട്ടും. ബീജം വേണം, ബീജ ബാങ്കിൽ പോയാൽ ഇഷ്ടം പോലെ കിട്ടും. ഇതൊക്കെയാണല്ലോ കുടുംബം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ. പിന്നെന്താ? ഒരു കുട്ടി സന്താന പരിപാലനം, പ്രസവിച്ച കിടക്കേന്ന് ആ കുട്ടീനോട് കൊണ്ടുപോയാൽ 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുത്തരും. ഡേ കെയർ യൂണിറ്റ് എന്നാ പറയാം. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞെടുക്കാൻ പറ്റില്ലത്. ചിലവൾ ഇത് ആദ്യമായിട്ട് കേൾക്കായിരിക്കും. അപ്പോൾ കുട്ടി എന്നിട്ട് പറയാം, അങ്ങനെ ഒന്നുണ്ടല്ലേ, നമ്മൾ കുട്ടീനാടെ കൊണ്ടുപോയി ചേർക്കാം. അങ്ങനല്ല. അപ്പം ഈ 2 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറഞ്ഞത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രായമാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരു പകൽ നല്ലോണം കിടന്നുറങ്ങും. നമ്മളപ്പോൾ അത് തൂര്യവും പാത്യവും തിരുമ്പുകയാണ്. അങ്ങനെ നമ്മൾ രാത്രി ഒന്ന് കിടക്കാൻ തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് തൊള്ളുറക്കുക. ആ തുറന്ന തൊള്ള സുബിയാൻ കൊടുക്കാതെ കൂട്ടുകയില്ല.
അത് 2 വയസ്സ് വരെ കുട്ടീൻ്റെ സ്വഭാവം. അപ്പം ആ പ്രായത്തിൽ ആ കുട്ടികളെ സംരക്ഷിക്കാം. ഞാൻ പറഞ്ഞ കുടുംബം നിർവഹിക്കുന്ന ഏത് ധർമ്മവും പൈസ കൊടുത്താൽ കിട്ടുന്ന ഉദാഹരണം ഡേ കെയർ യൂണിറ്റ് ഉണ്ട്. പിന്നെ കുടുംബം കൊണ്ട് കിട്ടുന്ന ഒരു മെച്ചാണ് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിന് വൃദ്ധസദനമുണ്ട്. ഇനി എന്തിനാ കുടുംബം? ഇപ്പം ഇന്ന് ആധുനിക ലോകം ചോദിക്കുക, എന്തിനാ ഒന്നിനെ കെട്ടിവെച്ച് കൊണ്ടെടുക്കണം? എത്ര സുഖമുണ്ട്, ആവശ്യം ഉണ്ടാകുമ്പോൾ കോഴിക്കോട് പോവുക, ഒരു പെണ്ണിന് പൈസ കൊടുക്കുക. ഈ കുട്ടികളാണോ ഒരു പെണ്ണിനെ വാടക കിട്ടും 10 മാസത്തിന്, പ്രസവിച്ച കുട്ടീനെ പ്രസവിച്ചോളാൻ പോയിക്കോളും. ഇതൊരുന്നിനെ കൊണ്ടെടുക്കണേ പണി എത്രയാണ്, എന്തൊക്കെ തലവേദന. അതുകൊണ്ട് കുടുംബം വേണ്ട. കുടുംബം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അത് സന്താനങ്ങളെ ബാധിച്ചു. കുട്ടികളുണ്ടാണല്ലോ. ഇന്നത്തെ കണക്കെടുക്കപ്പോൾ എങ്ങനെ, ഈ അടുത്ത കാലത്ത് നമ്മൾ സെൻസസ് എടുത്തപ്പോൾ പെണ്ണിനേക്കാളും ആണുങ്ങൾ കൂടുതൽ, പെണ്ണ് കുറവാണ്, സ്ത്രീകൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യയിൽ വലിയ ആനുപാതിക വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. അതെങ്ങനെ ഉണ്ടായി? 1970-75 കാലഘട്ടങ്ങളിൽ വിവാഹിതരായ ദമ്പതിമാർ പറഞ്ഞിരുന്ന മുദ്രാവാക്യം, അവരുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്, നമ്മൾ 2 നമുക്ക് 2 എന്നായിരുന്നു. നോട്ടീസ് എഴുതിച്ചിരുന്നത് സന്താന നിയന്ത്രണത്തെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ 2 നമുക്ക് 2, ഒരു മാതാപിതാക്കൾക്ക് ഒരാണും ഒരു പെണ്ണും, അല്ലെ 2 കുട്ടികൾ. 80 കഴിഞ്ഞ് 85, 90, 95 ആയപ്പോൾ നാം 1 നമുക്കൊന്ന് എന്നായി, ഒരു കുട്ടി. 2006 എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ദമ്പതികൾ പറയുന്നത് നമ്മളൊന്ന് നമുക്ക് എന്തിനു മറ്റൊന്ന് എന്നാണ്. അപ്പൊ കുട്ടികൾ തന്നെ വേണ്ട, സന്താനം വേണ്ട എന്ന് 10ഉം 13ഉം 15ഉം കുട്ടികളുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മളൊക്കെ വന്നത്. മറന്നുപോയി. നമ്മളൊക്കെ വീട്ടിൽ, നമ്മളൊക്കെ തറവാട്ടിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും വീട്ടിൽ എത്ര മെമ്പർമാരുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണ്ടി. അങ്ങനെ കുടുംബം അത്തരം ചില ഭീഷണി. മറ്റൊരു പ്രധാനപ്പെട്ട, നമുക്കിപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. നമുക്ക് പരിചയമുള്ള ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആദർശ കുടുംബം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ കേരളത്തിൽ ISM 1000ഓളം കുടുംബ സദസ്സുകളാണ് ഈ വേനൽക്കാലത്ത് സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് 1000-2000 ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. എന്തിന്? അതോ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകളുടെ അസംതൃപ്തി വലിയൊരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ മതപരമായി സമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ കിട്ടാൻ വേണ്ടി കല്യാണം കഴിച്ച 95% ആളുകൾക്കും നിലവിലുള്ള സമാധാനം നഷ്ടപ്പെട്ടതാണ് അനുഭവം. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയാനുള്ള യോഗ്യത പോലും നമ്മുടെ കുടുംബത്തിനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താ? കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ്. ഇമ്പമുള്ളത്, കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന് പറയുക. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും, ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും ജ്യേഷ്ഠൻ്റെ 3 കുട്ടികളും, പെങ്ങളും പെങ്ങളെ ഭർത്താവും പെങ്ങളെ കുട്ടികളും. ഇതൊക്കെ കൂട് ഒരു മേൽക്കൂരക്ക് കീഴിൽ ഒരു വീട്ടിൽ താമസിച്ചാൽ എന്തുണ്ടാവണം? ഇമ്പം ഉണ്ടാവണം. ഇമ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എനിക്കറിയില്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗാനമേളക്ക് പറയുന്നത് ഇമ്പം മാറുന്ന മാപ്പിളപ്പാട്ട് എന്നാണ്. ഇമ്പം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുള്ളതാണ്. അപ്പോൾ കൂടുമ്പോൾ, ഈ മെമ്പർമാർ കൂടുമ്പോൾ നല്ല ഇമ്പമുള്ള, നല്ല താല്പര്യമുള്ള, സന്തോഷമുണ്ടാവുന്നതിനാണ് കുടുംബം എന്ന് പറയാം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ പല കുടുംബങ്ങൾക്കും ഇന്ന് കുടുംബം എന്ന് പറയാൻ തന്നെ യോഗ്യതല്ല. കാരണം എന്താ അറിയാം? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും, ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും ജ്യേഷ്ഠൻ്റെ 4 കുട്ടികളും കൂടി ഒരുമിച്ച് കൂടിയ ഇമ്പല്ല, ഭൂകമ്പം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഒരു വിവാഹം കഴിഞ്ഞ് മറ്റോ വിവാഹം കഴിക്കുമ്പോഴത്തേന് വേറെ വീട് വെച്ച് വേണം. വീട് വെച്ചാൽ നിരക്കല്ല, നോക്കിയാൽ കാണും ചെയ്യരുത്. അത് ഒട്ടുമിക്ക കുടുംബങ്ങളിലുള്ള പ്രശ്നമാണ്. പിന്നെ നമ്മൾ അഭിനയിക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ ഈ മൗലവ്യാപാരം നമ്മളെ കുടുംബം അതിൽ പെടൂല കേട്ടോ എന്ന് നിങ്ങളൊക്കെ മനസ്സിൽ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊരു തരം അഭിനയമാണ്. ശരിക്കും ഓരോരുത്തരുടെ കുടുംബത്തിൽ കണ്ട് കയറി നോക്കിയാൽ, ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ കണ്ട് കയറി ഷോക്കേഴ്സിൽ വെച്ച വിവാഹത്തിൻ്റെ ആൽബം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത്ര നല്ലൊരു കുടുംബം ഭൂമിയില്ല. കൈ തോളിലിട്ട ഫോട്ടോ, മടി കിടന്ന് ഉരുളണ ഫോട്ടോ, ഇങ്ങനെ പല ജാതി ഫോട്ടോ. എന്നാൽ അതുപോലെ നമ്മളുടെ ബന്ധം താരങ്ങൾ പണ്ടൊരു കൗൺസിലിംഗ് സെൻ്ററിൽ ഒരു സിസ്റ്ററെ ഇതുപോലെ കുടുംബ സദസ്സിന് പരിപാടിക്ക് വിളിക്കുന്നതാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ പരാതി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
കുടുംബ കൗൺസിലിംഗ് സെൻ്ററിൽ അതാണ് ഉണ്ടാവുക. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥലത്തിനാണ് കൗൺസിലിംഗ് സെൻ്റർ എന്ന് പറയാം. അവിടെ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് അവരുടെ കുടുംബ പ്രശ്നം അവിടെ സിസ്റ്ററുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ആദ്യത്തെ എന്താണെന്ന് വെച്ചപ്പോൾ ഞാനും എൻ്റെ ഭാര്യ തമ്മിൽ പ്രശ്നമുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ട് തീരുന്നില്ലെങ്കിൽ കൗൺസിലിംഗ് സെൻ്ററിൽ പോവുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പറയും, പിന്നെ പെണ്ണുങ്ങൾക്ക് പറയാനുള്ള ഓളും പറയും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് എന്തിനാണ് നിനക്ക് കെട്ടി വെച്ച് കൊണ്ടുവരണേ, ഞാൻ തിന്ന് തീട്ടാക്കുന്നല്ല യാതൊരു മറ്റു സാധനത്തിനെ കൊണ്ടില്ല. അങ്ങനെ ഉളുപ്പ് ഞാൻ പറഞ്ഞില്ല, കേട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഓൻ്റെ കയ്യാൻ കാത്തുക്കാൻ മറ്റുള്ള തൊള്ള വെക്കാൻ ഈ ആദ്യം ഒരു സാധനം. എത്ര മനുഷ്യന്മാരെന്നെ കാണാൻ പറ്റിയെന്നറിയോ? ഇതിൻ്റെ തലയിലാണല്ലോ റബ്ബെ എന്നെ കെട്ടി വെച്ച് ഇങ്ങനെ ഒക്കെ പരാതിയൊക്കെ പറയുന്നതിട്ട് സിസ്റ്റർ രണ്ടാളെ മുഖത്തും മാറി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ നിങ്ങളെ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ. ആ പരിചയം ഉണ്ടാവും ചേർന്നാണ് വെളുപ്പെണ്ണ്. അതെന്താണ്, ഞങ്ങൾ ഇന്നും രാവിലെ ഇതിലൂടെ പോയാലുണ്ട്. അത് ശരി. എല്ലാ ദിവസവും ആ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ മുമ്പിലൂടെ അവർ പോവാറുണ്ടല്ലേ? ഇന്ന് രാവിലെ പോയില്ല നിങ്ങൾ? എങ്ങോട്ടാ പോകണമെന്ന് വെച്ചു. ഞങ്ങൾ ഇവിടെ അടുത്ത സ്കൂളിൽ എന്താ പരിപാടി? ഞാൻ അടുത്ത ഹെഡ് മാസ്റ്റർ. ഭർത്താവ് പറയാം മറ്റുള്ള അടുത്ത സ്റ്റാഫുവാ. അപ്പോൾ സിസ്റ്റർ വെച്ചു വേറെ എത്ര ടീച്ചർമാരുണ്ട്? വേറെ ടീച്ചർമാരൊന്നും ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. 2 സ്റ്റാഫ് മാത്രമുള്ള സ്കൂളാണ്. നോക്കികൾ ഭാര്യയും ഭർത്താവും ജോലി, സഞ്ചരിക്കാനൊരു വാഹനം, തൊട്ടടുത്തൊരു കിലോമീറ്ററില്ല വീട്ടിലേക്ക്, പൈസ ഉണ്ട്, വണ്ടി ഉണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. സിസ്റ്റർ ചോദിച്ചു, അല്ല സഹോദരി, നീ ഭർത്താവിൻ്റെ ബാക്കിലിരുന്ന് ഭർത്താവിൻ്റെ വയറിങ്ങനെ കൂട്ടിപ്പിടിച്ചല്ലേ പോകലെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ തന്നെയാണ് പോരുക. ഇന്ന് രാവിലെ നിങ്ങൾ കൂട്ടിപ്പിടിച്ച് പോയില്ലേ? പോയിന്ന്. രാവിലെ അങ്ങനെ അത്ര സ്നേഹത്ത് പോയ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത്ര പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്ററോട് ഈ പെണ്ണ് പറഞ്ഞ മറുപടി എന്താ അറിയാം? സാറേ നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ, ഞാൻ വയറിങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ നോക്കി എത്തിയില്ലെങ്കിലും ഇങ്ങനെ പിടിച്ചു നോക്കലുണ്ട്. അത് സ്നേഹം കൊണ്ട് പിടിച്ചാലല്ല, മൂപ്പർ ഉന്തി തലടി വെച്ച് പിടിച്ചതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ പുറത്ത് നോക്കുകയാണ് എത്ര നല്ല കുടുംബമാണ്. ഭാര്യയും ഭർത്താവിനും ജോലി, 2 ആൾക്കും വാഹനം, അല്ല വാഹനത്തിൽ കൂടെ ഇരുന്ന് പോണ്. എന്നാ ഉള്ളിലെ സ്ഥിതി എന്താ? ഇതാണ് ഒട്ടുമിക്ക കുടുംബങ്ങളെ അവസ്ഥ. അഭിനയിക്കാം ഉള്ളിൽ. മൂത്താപ്പാട് പോട്ടെ, എന്നിട്ടാണ് കണ്ട് വർത്താനം പറയാൻ. മൂത്താപ്പ് നിൽക്കുന്നവരെയൊക്കെ സമാധാനം ഉണ്ടാവും. പിന്നെ അവിടെ നടക്കാൻ പോകണം എന്താണെന്നറിയാം? എന്തുകൊണ്ടുണ്ടായി ഇത്? വിവാഹിതരാവാൻ പോകുന്ന യുവാക്കളിലും യുവതികളിലും ചെലുത്തുന്ന സ്വാധീനം വമ്പിച്ചതാണ്. അതുകൊണ്ട് യുവാക്കൾ പരമാവധി വിവാഹം ലേറ്റാക്കുകയാണ്, താമസിപ്പിക്കുകയാണ്. കാരണം കല്യാണം കഴിച്ചോല് അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. മോനെ വെറുതെ ഇത് ഇറങ്ങളിൽ ചെന്ന് ചാണ്ട ഗൾഫിലൊക്കെ 1 2 കൊല്ലം പോയി നിന്നിട്ടൊക്കെ മതിയത്. എന്താ അങ്ങനെ മതി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പെട്ടുപിടിക്കുക. പണ്ടൊരു പെണ്ണ് പറഞ്ഞു, പെട്ടോല് ഉണ്ടല്ലി മക്കളെ, പെടാത്തോല് പെടട്ടെ. അത് പെണ്ണിട്ടിനെ പറ്റി അപ്പം പറഞ്ഞു, അതള്ള പെട്ടാണ്. അപ്പോൾ പെടാത്തൊരു എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആളുകൾക്ക് സമാധാനത്തിന് പകരം അസമാധാനമുണ്ടായി. ഖുർആൻ പറഞ്ഞു, ലി തസ്കുനു ഇലൈഹ, അവളിൽ നിന്ന് പുരുഷന് സമാധാനം കിട്ടുവാൻ കല്യാണം കഴിക്കുക. ആ സമാധാനം കിട്ടേണ്ടത് എഴുതാ പെണ്ണിൽ നിന്നാണ്. ഖുർആന്റെ ഭാഷയിൽ സമാധാനം ഉണ്ടാവേണ്ട പെണ്ണിൽ നിന്നാണ്. അപ്പോൾ വിവാഹിതരായ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ സമാധാനം വിവാഹം കഴിച്ചതിന് ശേഷം ഉണ്ടാവണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാളും മനസ്സിന് സുഖം വിവാഹത്തിന് ശേഷം ഉണ്ടാവണം. എന്നാൽ നമ്മളൊക്കെ അവസ്ഥ എന്താ? പെണ്ണ് കെട്ടിയോല് പറയും, നമ്മളൊക്കെ സമാധാനം പോയ കൃത്യ ഡേറ്റ് നമ്മൾ ഓർമ്മയില്ലേ? എന്നാണ് ഈ സാധനം വന്ന് കയറി എന്നാ അതോടുകൂടിയുള്ള സമാധാനം പോയി. എൻ്റെ സമാധാനം മാത്രമല്ല, വാപ്പൻ്റെ സമാധാനം പോയി, ഉമ്മൻ്റെ സമാധാനം പോയി, പെങ്ങന്മാരുടെ സമാധാനം പോയി, നാട്ടുകാരുടെ മുഴുവൻ സമാധാനം പോയി. അതെന്തേ കാരണം? അത് അന്വേഷിക്കാതെ കെട്ടിക്കൊണ്ടായിരിക്കും എന്നാരും വിചാരിക്കേണ്ട. അന്വേഷണം നമ്മളെ സമുദായത്തിൽ അന്വേഷണം നടക്കണമാതിരി ലോകത്തൊരു സമുദായത്തിൽ അന്വേഷണം നടക്കില്ല. നിങ്ങൾക്ക് കേൾക്കണം, ഒരു കുട്ടീനെ കെട്ടാൻ പോണ പുരുഷൻ മാത്രമാണോ? ഓൻ്റെ 1 2 കൂട്ടുകാരുണ്ടാവില്ലേ? ഇസ്ലാമികമായ ഭാഷയിൽ ഈ കൂട്ടുകാർക്ക് പെൺകുട്ടിനെ കാണിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഒരു കാരണവശാലും ആരാണോ വിവാഹം കഴിക്കുന്നത് അയാൾക്കല്ലാതെ അയാളെ കൂടെ വന്ന ഒരാൾക്ക് സ്വന്തം കുട്ടിനെ കാണാൻ കൊടുക്കാൻ ഇസ്ലാമിൽ യാതൊരു വകുപ്പില്ല. പക്ഷെ നമ്മളെ കുട്ടി രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ച്, സമൂഹം അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി കണ്ടോളി എന്ന് പറയാം. എന്നിട്ട് ഇവരിങ്ങോട്ട് ചുറ്റും നിന്നിട്ട് ഈ കുട്ടീനെ 1/2 മണിക്കൂർ ഇൻ്റർവ്യൂ നടത്തിയാൽ വേർത്ത് കുളിച്ച് ഈ കുട്ടി ഒരു കോലത്തിലത്. ഇപ്പോൾ ഒക്കെ കോളേജിൽ പോയി കുറച്ചൊക്കെ ആണുങ്ങളെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് കുട്ടികൾ പിടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാനാണ് വിവാഹം കഴിക്കേണ്ട ആളെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടാൽ മതിയോ?
എൻ്റെ കൂടെ പോകുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടണ്ടേ? കൂട്ടുകാരിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിൽക്കുക, ആ കല്യാണം നടക്കുമോ? നടക്കൂല. വേറെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ നോക്കാം. നമ്മൾ 2-3 പാർട്ടി ഇങ്ങനെ വന്നാണ്ട് പിരിഞ്ഞു പോകുമ്പോൾ ഈ കുട്ടിക്ക് തന്നെ തോന്നുക, അല്ല എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്നാൽ ആ കുട്ടി മാനസികമായും ശാരീരികമായും ക്ഷീണിക്കുകയാണ്. ഒരു 25 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മനോരോഗ വിദഗ്ധരായ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കേണ്ടി. ഒരു 25 കൊല്ലം മുമ്പ് അവരുടെ അടുക്കൽ വരുന്ന രോഗികളിൽ മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവരുടെ അടുക്കൽ ചെല്ലുന്ന 95% രോഗികളും 17-നും 20-നും ഇടയ്ക്കുള്ള മുസ്ലിം പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ ഭ്രാന്തികളാക്കുന്നത് ആരാന്നറിയോ? ഈ കാണാൻ വരുന്ന ചെക്കന്മാരാ. നമ്മൾക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല. എൻ്റെ കൂടെ പോകുന്ന ഒരു കൂട്ടുകാരൻ പറയാം, അത് എനിക്ക് അത്ര പറ്റിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ, ശരി നമുക്ക് വേറെ പോവാം, എന്താ സുഖം, ആടുന്നും കുടിക്കാലോ വെള്ളം. ഇത് ഇവനെങ്ങാനും മരുവനായി വന്നാലോ എന്നുള്ള നിലക്ക് ആദ്യം കൊടുക്കുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കും. അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ആടെ പോയി അഞ്ഞും വേറെയും വെള്ളം കുടിക്കാമല്ലോ. ഇത്ര ഉള്ളൂ. ഓന് വെള്ളം കുടിക്കുന്ന പ്രശ്നം മാത്രമാണ്. ഈ കുട്ടിക്ക് മാനസികമായ തകരാറുണ്ടാകുന്നതിനെ പറ്റി ചിന്തിക്കാൻ ഇവിടെ ആളുകളില്ല. ശരി, ഞാൻ വിട്ട് ഈ വന്ന യുവാവിനും ഈ യുവാവിൻ്റെ കൂടെ വന്ന കൂട്ടുകാർക്കും പറ്റി നിൽക്കുക. എന്നാൽ കല്യാണം നടക്കുമോ? നൊച്ചാട് നടക്കുമോ എന്ന് എനിക്കറിയാം. എൻ്റെ നാട്ടിൽ നടക്കൂല. എൻ്റെ നാട്ടിൽ 2ാമത്തെ ചടങ്ങ് എന്താണെന്നറിയോ? പെങ്ങന്മാർ വരിക എന്ന് പറഞ്ഞൊരു വരവുണ്ട്. അല്ലാ, ഈ ഒളിയത്തിറക്കാൻ കൊണ്ടുപോണ പോത്തിൻ്റെ തൊള്ളയിൽ കൈയിട്ട് പല്ലുണ്ടോ നോക്കല്ലേ ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെ ഈ പെണ്ണുങ്ങൾ ഈ പെൺകുട്ടിൻ്റെ തൊള്ളയെ കൈയിട്ട് 28 ഉണ്ടോ ഉള്ളത് കുത്തനെയാണോ? ഈ തൊള്ളയെ കൈയിട്ട് നോക്കണ വേണമെന്നൊരു ഒറ്റ പല്ലുമില്ല. അവർക്ക് പ്രശ്നമില്ല. ഓളെ കണ്ട് കോങ്ങണ്ണാണ്, പ്രശ്നമില്ല. നടത്തിച്ച് നോക്കണ്, ചാടിച്ച് നോക്കണ്, വർത്താനം പറയിപ്പിച്ച് നോക്കണ്, വെള്ളം മുക്കിച്ച് നോക്കണ്, ചായ പഞ്ചാര ഇടിച്ച് നോക്കണ്, കണക്കാണോ കൂടുതലുണ്ടോ കുറവ്, ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് തീറ്റകൾ വന്ന് എന്തിയാതി തീറ്റയാക്കുന്നല്ലോ. ഈ പെങ്ങന്മാർ വരിക എന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ മാത്രമല്ല, കൂടെ ഒരു 10 പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങൾ ഒരു 50 ആണുങ്ങൾ തിന്നു. എന്നിട്ട് പറ്റിയില്ല നിൽക്കുക. ഒരാടറിഞ്ഞു ഈ വന്ന പെണ്ണുങ്ങൾക്ക് പറ്റി നിൽക്കുക. എന്നാൽ കല്യാണം നടക്കുമോ? നടക്കൂല. പിന്നെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ടാവും, പരിചയക്കാർ, ഓരോട് ചോദിക്കണ്ടേ? മതസംഘടനയും മുജാഹിദുകൾ ആരെങ്കിലും ഉണ്ടോ? ഓരോട് ചോദിക്കണ്ടേ? മഹല്ല് കമ്മിറ്റിനോട് ചോദിക്കണ്ടേ? പരിചയക്കാരോട് ചോദിക്കണം. എല്ലാവരോടും ചോദിച്ച് അന്വേഷിച്ച് കൂടി ആലോചിച്ച് കൊണ്ടുവന്നതായി സാധനത്തിന് സമാധാനം മാത്രമല്ല. അതെന്തേ കാരണം? അതാണ് ഇപ്പം ഈ മൈക്ക് ഏത് കമ്പനിയാണോ മാർക്കറ്റിൽ ഇറക്കിയത്, ഈ മൈക്കിൻ്റെ കൂടെ ചെറിയ പുസ്തകം ഉണ്ടാവും. നിങ്ങൾ മൈക്കുകാരനോട് ചോദിച്ചു നോക്കി, കാറ്റലോഗ് എന്നാണ് പറയുന്നത്. ഈ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൈക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ആ പുസ്തകത്തിൽ പറയും. അതുകൊണ്ട് ഇപ്പം TV, ക്യാമറ, മൊബൈല്, വാച്ച്, ഏത് സാധനം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണോ അതിൻ്റെ കൂടെ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് പറയാനൊരു പുസ്തകം ഉണ്ടാവും. അതിൽ പറഞ്ഞ രൂപത്തിലാണ് അത് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉപയോഗം നമുക്ക് ധാരാളം കാലം കിട്ടും. നമ്മളെ പള്ളിയിലെ മൈക്ക് കേടുവരാൻ കാരണം എന്താ? എല്ലാവരും ഓപ്പറേറ്റർമാരാണ്. ചെല്ലുന്നവർ തീർച്ചു. അപ്പോൾ ഒരാഴ്ചയോട് കഴിഞ്ഞാൽ അവന് ഒച്ച ഉണ്ടാക്കിയാൽ മാത്രം കേൾക്കൂല. മനുഷ്യനെ ഭൂമിയിൽ കറക്കി പടച്ചവനാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ ഒരു കാറ്റലോഗ് ഉണ്ട്. അതാ ഖുർആൻ. ഖുർആൻ അനുസരിച്ച് ഒരു വ്യക്തി ജീവിച്ചാൽ അയാൾ ഏറ്റവും നല്ല വ്യക്തിയാവും. ഖുർആൻ അനുസരിച്ചാണ് ഒരു കുടുംബം പടുത്തുയർത്തുന്നതെങ്കിൽ ആ കുടുംബം ഏറ്റവും നല്ല കുടുംബമാവും. ഖുർആൻ അനുസരിച്ചാണ് ഒരു സമൂഹം ജീവിക്കുന്നതെങ്കിൽ ആ സമൂഹം ഏറ്റവും നല്ല സമൂഹമാവും. ഇതാണ് മർമ്മം. എവിടെ നമ്മൾ ഖുർആൻ്റെ നിയമങ്ങൾ അവഗണിച്ചുവോ അവിടെ നമ്മൾക്ക് ഏറ്റവും ഇടുങ്ങിയ പ്രയാസകരമായ അനുഭവമായിരിക്കും ഉണ്ടാവുക. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഖുർആനിൻ്റെ നിയമങ്ങൾ തള്ളിക്കളഞ്ഞു. എന്താ ഒന്നാമത്തെ നിയമം? ഞാൻ ഒരു ഭാര്യയെ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പെണ്ണിന് എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയായി ഇവിടെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എന്താണ് ഞാൻ പറയേണ്ട മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ചെയ്യണം എന്നല്ല പറഞ്ഞു, ചെയ്യപ്പെടാറുണ്ട്. സൗന്ദര്യം നോക്കലുണ്ട്, തറവാട് നോക്കലുണ്ട്, പണം നോക്കലുണ്ട്, സമ്പത്ത് നോക്കലുണ്ട്, ആദർശ ശുദ്ധിയും നോക്കാറുണ്ട്. ഇനി മുസ്ലിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം? ഫളുഫർ ബിദാത്തി ദീൻ. ആദർശബോധമുള്ള കുടുംബം, ആദർശബോധമുള്ള പെൺകുട്ടി, ആദർശബോധമുള്ള യുവാവ്.
ഇവിടെ നമ്മൾ സാധാരണ പ്രാസംഗികന്മാർ മറന്നു പോകുന്നൊരു സംഗതി ഉണ്ട്. ആദർശബോധമുള്ളവരെ കെട്ടണമെന്നേ പറയുള്ളൂ. ആദർശബോധമുള്ളവരെ കെട്ടണമെങ്കിൽ അങ്ങനത്തെ വലുതാക്കി കൊണ്ടുവരണം. ഇത് കല്യാണം കഴിക്കാൻ കാലത്ത് ഇങ്ങനെ എവിടെ ആദർശബോധമുള്ളത് നോക്കി ഇറന്നാൽ പോരാ. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ആണിനെയും പെണ്ണിനെയും ആദർശബോധമുള്ളവരായി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. എന്താണ് ആദർശം? ആദർശബോധം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ഒരു കുട്ടീനെ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ കുട്ടി നന്നായി നിസ്കരിക്കുന്നുണ്ട്, കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, പിന്നെ അതൊക്കെയാണ് ആദർശം. അത് മാത്രമല്ല ആദർശം. ഒരു ഭർത്താവിനെ, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയെ എങ്ങനെ പ്രായോഗികമായി സന്തോഷിപ്പിച്ച് സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന പ്രായോഗികമായ അറിവ്, അതാണ് ഫളുഫർ ബിദാത്തി. നമ്മുടെ സമുദായത്തിൽ നമസ്കാരം പഠിപ്പിക്കാൻ സൗകര്യമുണ്ട്, നോമ്പ് പഠിപ്പിക്കാൻ സൗകര്യമുണ്ട്, മതപരമായ അനുഷ്ഠാന മുറകളൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് അറബി കോളേജുകളുണ്ട്, മദ്രസകളുണ്ട്, കുടുംബ ക്ലാസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കുടുംബജീവിതം എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ ഒരൊറ്റ മഹലിൽ ഒരു സൗകര്യമില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ നിങ്ങൾ പഠിച്ചു നോക്കി, താമരശ്ശേരി അതിരൂപതയുടെ കീഴിൽ 3 മാസം മുമ്പ് ഒരു 15 ദിവസത്തെ ക്യാമ്പ് നടന്നു. ആ 15 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എന്താണെന്നറിയാം? അതിൽ ചേരണമെങ്കിൽ എന്താവണം എന്നറിയാം? കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം കഴിയണം. കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ സമുദായത്തിൽ മദീനയിൽ അൻസാറുകളായ സഹോദരിമാർ വിവാഹപ്രായമായ പെൺകുട്ടികളെ സൂറത്തു നൂർ ശരിക്ക് പഠിപ്പിക്കരുതെന്നാ, കാണാൻ പഠിപ്പിക്കല്ലത്. അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവും എന്ന് പറഞ്ഞാൽ എന്താ? സൂറത്തു നൂറിൽ കുടുംബപരമായ ധാരാളം നിയമങ്ങളുണ്ട്. അപ്പം അവരൊക്കെ വിവാഹത്തിന് മുമ്പ് വിവാഹിതരാവാൻ പോകുന്ന യുവാക്കളെയും യുവതികളെയും മതപരമായി അതിന് പ്രായോഗികമായി പരിശീലനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നു. നമ്മുടെ ഏതെങ്കിലും മഹലിന് സൗകര്യം ഉണ്ടോ? നമ്മുടെ മഹലിൽ എന്താണ് ചങ്ങായിമാരെ? ഒരു കട്ടിയുള്ള പുസ്തകമുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് നിക്കാഹ് രേഖപ്പെടുത്തും, മറ്റേ ഭാഗത്ത് തലാഖും രേഖപ്പെടുത്തും. 250 രൂപ ഫീസും വാങ്ങും. വേറെ ആ മഹലിലുള്ള ആണിന് ഇതുപോലെ ഇനി നൊച്ചാട് നടത്തേണ്ട ക്യാമ്പ് അതാണ്. ഈ മഹലിൽ കല്യാണം കഴിക്കാനുള്ള യുവാക്കളെ ഇതുപോലെ സ്ഥലത്ത് ഒരു 5-10 ദിവസം ഈ വെക്കേഷനൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന് എന്താണ് കുടുംബജീവിതം, ഇവർ നോവലിൽ വായിച്ചതും സീരിയലിൽ കണ്ടതും സിനിമയിൽ കണ്ടതും ഒക്കെയാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ടാണ് കയറി വരുന്നത്. ഇവിടെ വന്ന് ജീവിതത്തിൻ്റെ പച്ചയായ ഒരു യാഥാർത്ഥ്യം വരുമ്പോഴത്തേനും ഒരു തളർന്നു പോവാണ്. ഒരുപാട് കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് തലാഖിന് സാക്ഷിയാണ്ടി വന്നിട്ടുണ്ട്. തലാഖിലൊക്കെ എത്തിയേണ്ടാണെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നമ്മൾ പരിഹരിക്കണം എന്ന് നമ്മൾ ഈ കൗമിനെ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു ചോദ്യം പെണ്ണുങ്ങളോട്, ആണുങ്ങളോടല്ല, നിങ്ങൾ മറുപടി പറയണം. നിങ്ങളെ ഭർത്താവ് ഇന്ന് രാത്രി കള്ളു കുടിച്ച് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മൊബൈലെടുത്താൽ പറഞ്ഞോളി, എന്താ ചെയ്യാ? ഇന്ന് രാത്രി കള്ളു മൂപ്പർ 4 കാലുമല വന്നത്, എന്ത് ചെയ്യും? ഞാൻ ഇപ്പോൾ ഒരു 2 മാസമായി ഒരു ദിവസം 4 ക്ലാസ്സെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുടുംബ സദസ്സ്. എല്ലാ ക്ലാസ്സിലും ചോദിച്ചു എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കണതാണ്. ഒരു പെണ്ണ് ഞാൻ എന്താക്കാനാണ്? അല്ല, ചിരിക്കേണ്ട, ഒരു മറുപടിയാണ്. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് പഠിപ്പിക്കാത്തൊരു സംഗതി ആരോട് ചോദിച്ചാൽ ഒരാൾക്ക് മറുപടി എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് പറയാൻ കഴിയും. അപ്പം ആ സഹോദരി പറഞ്ഞത് ഞങ്ങളൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മറുപടിയാണ്. ഞങ്ങൾക്കത് പഠിപ്പിച്ചൊന്നുമില്ല. വേറൊരു പെണ്ണ് പറഞ്ഞു ഞാൻ ഉപദേശിക്കുന്നു, കള്ളു കുടിച്ചോനെ. നിങ്ങൾ ആലോചിച്ചു, ശരി ഞാൻ അംഗീകരിച്ചു. പിറ്റേന്നും കുടിച്ചു വന്നാലോ? ഇവിടെ പറഞ്ഞു ഞാൻ എൻ്റെ ആട് പോകുന്നു, ഈ പോയി കിട്ടുന്നവന് വേണ്ടി ഞാൻ കരയും. എന്ത് കഴിഞ്ഞിട്ട് എന്താ കാര്യം? അതൊന്നുമല്ല ഇതിന് മറുപടി. നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവ് പുകവലിക്കുന്നു, എങ്ങനെ പുകവലി മാറ്റും? വീട് എടുത്ത് മുറിച്ചിട്ടാളുന്നു. ഒരു പെണ്ണിനോട് പറഞ്ഞു, മുറിച്ചിട്ടാൽ ഞാൻ പൈസ പോയി എന്നല്ല, എന്താ വേറെ വാങ്ങാൻ കിട്ടൂല സാധനം? അതൊന്നുമല്ല ഇതിന് മറുപടി. നമുക്കറിയില്ല. ഭർത്താവ് മുൻകോപിയാണ്, ചിലത്ത് മൂക്കിൻ്റെ മേലെ ദേഷ്യം ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന പ്രകൃതം പല സ്വഭാവത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവും. എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യും? അറിയില്ല. ഇനി നമ്മളെ കുട്ടികൾ, നാട്ടുകാർ പറഞ്ഞൊക്കെ കുട്ടി കേൾക്കും. മോനെ ഇവിടെ അയലൊക്കത്തെ ആക്കാം, മോനെ ഇവിടെ വണ്ടിയല്ലോ തീപ്പെട്ടി വാങ്ങിക്കൊണ്ടാ, നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കിയാണ്, മോനെ ഇവിടെ ആട്ടുകൊണ്ടാണ്. അതെന്താ ഞാൻ പറഞ്ഞു മാത്രം ഡ്യൂട്ടി കേൾക്കാത്ത? അതിലൊന്നും എടുക്കേണ്ടത് എങ്ങനെ എൻ്റെ കുട്ടിനോട് പെരുമാറണം നമ്മൾക്കറിയില്ല. അതാണ് ഫളുഫർ ബിദാത്തി എന്ന് പറഞ്ഞ മതബോധം എന്ന് പറഞ്ഞത്. ഈ മതബോധം പകർന്നു കൊടുക്കാൻ നമ്മുടെ മഹലിൽ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയണില്ല. കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ ആരൊക്കെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം,
അറിയില്ല. ഭർത്താവിൻ്റെ അനിയൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ബൈക്കുമ്മൽ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ ഭർത്താവിൻ്റെ അനിയൻ ഗൾഫിലായിരിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് കൂടുതൽ സംശയമായി. ഈ സംശയത്തിൻ്റെ പേരിൽ കുടുംബ ബന്ധം അറ്റുപോയി എത്രയോ അനുഭവം ഉണ്ട് കേട്ടോ. ഒന്നും ഉണ്ടാവില്ല, ബൈക്കുമ്മലായിട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിപ്പം കാണാം കാസറ്റിൽ. വിവാഹ സദസ്സിൽ ഈ സാധനം ഇങ്ങനെ കൊണ്ടു നടക്കണ്ടല്ലേ, ഈ വിരൽ വരത്തെ. എന്നിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഇവർ ഏറ്റവും കൂടുതൽ ഒപ്പല ആരെയാണെന്നറിയോ? ആണുങ്ങളല്ല, പെണ്ണുങ്ങളെയാണ്. ഒരു പെണ്ണ് മുല കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് ഇങ്ങനെ. എൻ്റെ ഒരു അനുഭവം വരെ ഗൾഫിൽ ഇങ്ങനൊരു വിവാഹ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കെ ആ ഭാര്യൻ്റെ ഭർത്താവ് ആ സദസ്സിലുണ്ട്. ഇവിടെ മുല കൊടുക്കണ രംഗാണ്. അപ്പോൾ എഴുത്തുള്ളവൻ പറയാം, എടാ ഇത് തരക്കേടില്ലല്ലോ. ഒരൊറ്റ വർത്താനം, ആ തരക്കേടില്ലല്ലോ എന്നുള്ള ഒറ്റ വാക്കിൻ്റെ എല്ലാ കുടുംബം ഇല്ലാണ്ടായി. എന്താ പ്രശ്നം? എങ്ങനെ, എവിടെ, എപ്പോൾ, ഏത് രീതിയിൽ പെരുമാറണം, യാത്ര ചെയ്യണം, സംസാരിക്കണം, ബന്ധപ്പെടണം അറിയില്ല നമ്മുടെ കുട്ടികൾക്ക്. നമ്മളത് പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യന് ഇൻസാൻ എന്ന് പറയാൻ കാരണം എന്താ? മനുഷ്യൻ അറബിയിൽ ഇൻസാൻ എന്നാണ് പറയാം. നമ്മൾ ഏത് അറബി അറിയാത്തവനും അറിയാം ഇൻസാൻ. ആടെ ഒരൊറ്റ ഇൻസാൻ്റെ മക്കളും ഇല്ല അറിയും. ഒരു ഇൻസാൻ്റെ അർത്ഥം അറിയാം. എന്താ ഇൻസാൻ എന്ന് പറയാൻ കാരണം? രണ്ട് കാര്യമാണ്. ഒന്നെന്താ അറിയോ? മനുഷ്യൻ സമൂഹമായി ജീവിക്കുന്നവനാണ്. കൊണ്ടും കൊടുത്തും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയും സഹനവും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ പരസ്പരം തെറ്റിന്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ക്യാമ്പ്, ഇങ്ങനെ ഒരു ക്യാമ്പൊക്കെ വെച്ചാൽ രണ്ട് മുജാഹിദ് തമ്മിൽ തെറ്റും. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് വരും തമ്മിൽ തെറ്റുക. ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു പുതിയ ബന്ധം ഉണ്ടാവും, അതിൻ്റെ പേരിൽ കുറേ ബന്ധം തെറ്റൂലേ? എന്നോ പുതുക്കത്തിന് വിളിച്ചില്ല, പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ പാത്താൻ കയറിയതായിരുന്നു, പാത്തി വന്ന് നോക്കുമ്പോൾ സാധനം കാണുന്നില്ല, എന്നോടൊന്ന് പറയലല്ലേ. അങ്ങനെയുള്ള ഒരു പുതിയ കുടുംബം ബന്ധം ഇവിടെ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള കുറേ കുടുംബമൊക്കെ തെറ്റും. എന്താ കാരണം? ഒരു ക്യാമ്പ് കഴിഞ്ഞ് ഒരു ഇതിങ്ങനെ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങി എൻ്റെ നാട്ടിലെ ഇതുകൊണ്ടൊരു ക്യാമ്പിന് കയറി ഇറങ്ങി വന്നവർ തെറ്റിയാട്ടാ വന്നത്. വൈകുന്നേരം ആകുമ്പോൾ കുറേ ആളുകൾ ക്യാമ്പിന് വന്നപോലെ രണ്ടാളും വന്നില്ല. എന്താ അപ്പം ഇതിൻ്റെ അർത്ഥം അറിയില്ല. മതം എന്താ, പരസ്പരമുള്ള ബാധ്യത എന്താ, കടപ്പാടെന്താ, വിട്ടുവീഴ്ച എന്താ, ക്ഷമ എന്താ, ഒന്നും അറിയില്ല. അതുകൊണ്ട് നിസ്കാരമുണ്ട്, നല്ലോണം നോമ്പുണ്ട്. അത് മാത്രമല്ലല്ലോ മതം. ഈ മനുഷ്യൻ എന്ന നിലക്ക് സമൂഹമായി ജീവിക്കുമ്പോൾ കുടുംബത്തിലും അയൽപ്പക്കത്തിലും കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും എന്തൊക്കെ നിയമങ്ങളും ബാധ്യതകളും പാലിക്കണം എന്ന അറിവ് കൂടെ ഓരോ ആണിനും പെണ്ണിനും നൽകുക. അങ്ങനെയാവും. അതാണ് ഫൽഫർ ബിദാത്തി, ആദർശബോധം എന്നുള്ളത്. ഈ ആദർശബോധത്തിന് പകരം സൗന്ദര്യം വന്നു, തറവാടിത്തം വന്നു, സമ്പത്ത് വന്നു. സൗന്ദര്യം നമ്മളെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞു. നിങ്ങളൊരു മുസ്ലിം പ്രസിദ്ധീകരണം എടുത്ത് പരിശോധിച്ച് നോക്കി. ഞാൻ ഏത് മുസ്ലിം പ്രസിദ്ധീകരണം കിട്ടിയാലും ആദ്യം നോക്കൽ വൈവാഹിക പങ്ക്തിയാണ്. വൈവാഹിക പങ്ക്തി നോക്കിയാൽ നോക്ക്. ഇപ്പം നമ്മൾ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാഹി യുവതി, മുസ്ലിം, അത് നല്ലതാണ്. കാരണം തൗഹീദ് ഉണ്ടോ അല്ലേ എന്നറിയല്ലോ. പിന്നെ കാണാം വെളുത്ത നിറം. ഇത് അതിൻ്റെ പ്രത്യേകത എന്താ? കറുപ്പിന് കുഴപ്പം? നമ്മൾ തന്നെ പറയാം കറുപ്പ് മോശാട്ടോ, എൻ്റെ കുട്ടി നല്ല കളറുള്ള അങ്ങോട്ട് വന്നോളി. അങ്ങനെ പറയേണ്ട ആവശ്യം, അത് പറയാൻ പാടില്ല. എന്താ കറുപ്പിന് മോശം? വലൻ യുഷാദ ഹാദ ദീന ഇല്ലാ ഗലബഹു. ഈ മതത്തിൽ ഇല്ലാത്ത നിബന്ധന നിങ്ങൾ ഈ മതത്തിൽ കൊണ്ടുവന്ന അതുകൊണ്ട് നിങ്ങൾ തന്നെ കൊടുക്കുന്നു. ആരെ കുടുങ്ങി? ഇപ്പോൾ കറുത്ത പെൺകുട്ടികൾ കുടുങ്ങി, കറുത്ത പെൺകുട്ടികൾ രക്ഷിതാക്കൾ കുടുങ്ങി ഇല്ലേ? വെളുത്ത പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. അതാരാ രക്ഷപ്പെടുത്തിയത്? നമ്മൾ തന്നെ പരസ്യം കൊടുക്കുക, വെളുത്ത നിറം. വേറൊരു പരസ്യത്തിൽ ഞാൻ കണ്ടു നിറം. അപ്പം ഞാൻ വിളിച്ച്, മൊബൈൽ നമ്പർ ഉണ്ട് അതിൻ്റെ അടിയിൽ വാപ്പൻ്റെ. ഏതായാലും 150 പോയാൽ തിരക്കല്ലേ. അത് ഞാൻ വിളിച്ച് വാപ്പനെ തന്നെ കിട്ടി. വാപ്പനോട് സംസാരിച്ച് നിങ്ങളെ പരസ്യം ഞാൻ കണ്ടു. അപ്പോൾ അയാളിനോട് നിങ്ങളാരാന്ന് ചോദിച്ചു. ഞാൻ പെണ്ണിട്ടാൻ നടക്കുന്ന ഒരുത്തനാണ്, എനിക്കൊരു പെൺകുട്ടിനെ കിട്ടിയാൽ തിരക്കില്ല, നിങ്ങളെ പരസ്യം എനിക്ക് വളരെ ശ്രദ്ധിച്ച് സംശയമുണ്ട് കളി. ആ സംശയം കൂടി മാറ്റിയാൽ നാളെ ഞാൻ വന്ന് കുട്ടിനെ കണ്ടോളാം, മറ്റന്നാൾ കല്യാണം നടത്താം. എന്താ സംശയം എന്ന് ചോദിച്ചു. ഞാൻ സംശയമുള്ളൊന്നുമില്ല. ഏതാ എനിക്ക് സംശയം? ഞാൻ ആ പ്രസിദ്ധീകരണം മറച്ച് വെച്ചിട്ട് ചോദിച്ചു, ഇസ്ലാഹി യുവതി 19 വയസ്സ്, ഇരുനിറം. ഈ ഇരുനിറം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇരുനിറം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. മൂപ്പര് വിശദീകരിക്കണം. ഞാൻ പറഞ്ഞു ഇരുനിറം എന്ന് പറഞ്ഞാൽ അരൻ്റെ മേപ്പെട്ട് ഒരു നിറം കീപ്പെട്ട് വേറെ നിറമാണോ ചോദിച്ചാൽ. ഓരോ ഒറ്റ കട്ടാക്കലുണ്ട്.
പിന്നെ എനിക്ക് കട്ട എൻ്റെ പൈസ പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ ആദ്യം പരസ്യം കൊടുക്കരുത്. 19 വയസ്സ് അതെന്തിനാ? സ്ത്രീധനത്തെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എതിർക്കേണ്ട ഒരു സംഗതിയാണ് വയസ്സ് ചോദിക്കാവുന്നത്. ഒരു വിവാഹത്തിൽ, ഞാൻ ഇടപെട്ടൊരു വിവാഹത്തിൽ ചെക്കൻ കുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട്, കുടുംബം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട്, അവസാനം എന്നാണ് കല്യാണം തീരുമാനിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഏതോ ഒരു കുരുത്തം കെട്ടവൻ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അല്ലാ, കുട്ടിക്ക് 23 അടക്കിയൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. BA പാസ്സായ കുട്ടിയാണ്, സ്വാഭാവികം 23 വയസ്സേ ഉണ്ടാവും. അപ്പോൾ എന്നെ വിളിച്ച് കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി. മൗലവി നടക്കില്ല, എന്താ പ്രശ്നം? BA എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി? BA എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചില്ല. പിന്നെ SSLC 17 1 18. SSLC 17 1 18 ഇത് അങ്ങനെ ഒരു കണക്ക്. അപ്പോൾ ഓൻ പറഞ്ഞെന്തായാലും നമ്മളെ കുട്ടികളല്ല, ഒരുവല്ലം തോൽക്കാക്കൂല. നോക്കിങ്ങൾ മനുഷ്യൻ വയസ്സ് കണക്ക് കൂട്ടുക 17 1 18. പ്രീ ഡിഗ്രി കൂട്ടണം 20, BA 23 വേണ്ട. ആ വിവാഹ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു. ഞാനൊരു പ്രസംഗം നടത്തി, ഏതായാലും ഇത് വേറിട്ട് പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ ആ വിശ്വാസമുണ്ട്. റസൂലുള്ള നടത്തിയ വിവാഹത്തിൽ കുഫുവുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ റസൂൽ ആദ്യം കഴിച്ച കല്യാണത്തിൽ പെണ്ണിൻ്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 40, യുവാവിനോ 25. എന്താ നിങ്ങളുടെ തീരുമാനം? ഇത്ര വ്യത്യാസം ഈ കുട്ടികളുടെ മുമ്പിലുണ്ടോ? അപ്പോൾ ഒരു മൊയ്ലിയാൻ്റെ അരിയാണ് അയാളിനെ ചോദ്യം ചെയ്തു. നിൽക്കും മൊയ്ലി, നിങ്ങൾ വിവരമില്ല എന്ന് ഇതാ. റസൂലുള്ള 25 വയസ്സായപ്പോൾ ഖദീജ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചപ്പോൾ റസൂലുള്ള അല്ലല്ലോ. നോക്കി ഇങ്ങോട്ട് തീറ്റയുടെ ബുദ്ധി. അപ്പം റസൂലുള്ള ഇല്ലല്ലോ. അത് നമ്മക്കെങ്ങനെ മാതൃകയാവുക? ശരി, ആയിഷ റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കുമ്പോഴോ? അപ്പോൾ റസൂലുള്ള നിങ്ങളായിട്ട് ഇരിക്കും. അന്ന് റസൂലുള്ളാഹിൻ്റെ വയസ്സ് എത്ര ചോദിച്ചാൽ 30 എന്നാ ഞാൻ പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചാൽ ആയിഷ റളിയല്ലാഹുവിൻ്റെ വാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ആരായി? മുബരനി അമ്മോച്ചാക്കായി. ആയല്ലോ. അമ്മോച്ചാക്കനേക്കാൾ 2 വയസ്സ് കൂടുതൽ അബൂയാപ്പൾക്ക്. നിങ്ങൾ കൊടുക്കുക ചോദിച്ചാൽ നമ്മൾ പഠിക്കണം. സത്യം, വയസ്സിൻ്റെ പേരിൽ മാത്രം എല്ലാവരും പ്രായമായ പെണ്ണുങ്ങളെ കെട്ടണം എന്നല്ല ഞാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ വയസ്സിൻ്റെ പേരിൽ മാത്രം വിവാഹബന്ധം ഇല്ലാതെയായി പോകുന്നതിന് മതത്തിൽ യാതൊരു അടിത്തറയില്ല. അപ്പോഴാണ് അങ്ങനെ ഉണ്ട് കിതാബ് ഒതുക്കിയത് ഞാൻ. പക്ഷെ ആ വിവാഹം നടന്നില്ല. നോക്കിക്കളി, വയസ്സ് വന്നു, സമ്പത്ത് വന്നില്ലേ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചൊടച്ചതും ചവിട്ടി താഴ്ത്തിയതും വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തമായ ശ്രമത്തിലാണ്. സമ്പത്ത് വന്നില്ലേ. നമ്മളൊക്കെ വീട്ടിലെ മൂത്ത പെങ്ങളെ എങ്ങോട്ടാ കെട്ടിച്ച്? വളരെ പാവപ്പെട്ട വീട്ടിൽ കയറി. അതെന്താ കാരണം? അത് നമ്മളാരും ഗൾഫ് പോയില്ല. പിന്നെയാണ് നമ്മളവിടെ എത്തിപ്പെട്ട് 5 ഉറുപ്പ്യ ഉണ്ടാവും, 10 ഉറുപ്പ്യ ഉണ്ടാകുമ്പോഴാണ് രണ്ടാമത്തെ പെങ്ങളെ കല്യാണം ആവുക. അപ്പോൾ വാപ്പനോട് പറയും, ബാപ്പനോട് പറയും, ഉമ്മനോട് ഒരു വായിച്ചിനോട് പറയണം കേട്ടോ, മൂത്ത പെങ്ങളെ നമ്മൾ അന്ന് കെട്ടിച്ച് നമ്മളതിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മളതിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ പെങ്ങളെ നല്ലൊരു സ്ഥലത്ത് കെട്ടിക്കണം കേട്ടോ. കണ്ടോ, നമുക്ക് പണം കൂടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോലെ പണം കൂടിയ വേറൊരു കുടുംബത്തെയാണ്. എന്നാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിലെ പണക്കാരൻ, അദ്ദേഹം ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു. എന്ത് കച്ചവടം നടത്തിയാലും ലാഭം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് കത്തി നിൽക്കുന്ന സമയം, നല്ല പൈസ ഉള്ള സമയം, സ്വന്തം പെങ്ങൾക്ക് കണ്ടുവച്ച പുതിയാപ്പിള ആരാന്ന് നിങ്ങൾ ഈ സദസ്സിൽ ആർക്കെങ്കിലും അറിയോ? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ പണക്കാരൻ. അദ്ദേഹത്തിൻ്റെ കച്ചവടം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഏത് പുയാപ്പിളിനെ വേണമെങ്കിലും വിലക്കെടുക്കാൻ പറ്റിയ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കെ സ്വന്തം പെങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കണ്ടുവച്ച പുതിയാപ്പിള ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആരാ ബിലാൽ റളിയല്ലാഹു അൻഹു? സൗന്ദര്യമുണ്ടോ? തറവാടിത്തുണ്ടോ? പണമുണ്ടോ? സഹോദരിമാരെ, ആദർശമുണ്ട്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഇത്ര ത്യാഗം സഹിച്ചൊരു മനുഷ്യൻ ആ മദീനയിലാണ്. അതുകൊണ്ട് എൻ്റെ പെങ്ങൾക്ക് അവൾ മതി. നിങ്ങൾ കൊടുക്കുമോ? സ്വന്തം നാട്ടിലെ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്നവന് നിങ്ങളെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കുമോ? ഞാൻ വരാം, ഊയാപ്പള്ള ഞാൻ കൊണ്ടുവരാം. അപ്പം ഞാൻ ഇവിടെ വന്നൊരു പെണ്ണുണ്ട് പോയി നിൽക്കാം, പെണ്ണിനും പറ്റി എനിക്ക് അങ്ങ് കണ്ടാക്കും പറ്റി. അപ്പോൾ സ്വാഭാവികമായി ഞാനിവിടെ അഡ്രസ്സ് തന്നു പോയി, നിങ്ങൾ എന്നെ പറ്റി അന്വേഷിക്കാൻ കൂളിമാട് വന്നു. കൂളിമാട് ആകെ 2 പീടിയ 3 പീടിയ ചെറിയൊരു കുഗ്രാമമാണ്. നിങ്ങൾ അത്രയും വലുപ്പമല്ല, ചെറിയ ഗ്രാമമാണ്. അവിടെ നിന്ന് ആ പീടിയക്കാരൻ്റെ മുമ്പിൽ ഇങ്ങനെ കടലാസ് കാണിച്ചു കൊടുത്ത്, ഇയാൾ അങ്ങ് പരിചയം ഉണ്ടോ ചോദിച്ചു. പരിചയം ഉണ്ടല്ലോ. എന്തോ പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, എൻ്റെ മോളെ കണ്ടുപോകുന്നത്.
രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട് ഞാൻ അവനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് അവനെപ്പറ്റി വല്ലതും അറിയാമെന്ന് ചോദിച്ചു. ഓ എനിക്കറിയങ്ങൾ ഇരിക്കുന്നു ഇരുന്ന്. ആ മൂപ്പര് വളരെ നല്ല മനുഷ്യനാണ്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഇവിടെ വലിയ മുജാഹിദൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് പള്ളിയിൽ, ഇങ്ങനെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓ അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി, ഏതായാലും അങ്ങനത്തെ ഒരു തന്നെ കിട്ടിയല്ലോ. അങ്ങനെ പോരാൻ കാലത്ത് ഈ കച്ചവടക്കാരൻ പറഞ്ഞ് വേറൊരു കുഴപ്പമുണ്ട്. അതെന്തേ? മൂപ്പരെ പണി നമുക്ക് നാലാൾ മുമ്പിൽ പറയാൻ പറ്റൂല. എന്താ കക്കാൻ പോരാ? കക്കാൻ പോരെന്താ? കള്ളി എത്താൻ പോരാ? അല്ല അതുമല്ല, പിന്നെ പലിശ അങ്ങനെയുണ്ടോ? പിന്നെ എന്താ പറയാൻ പറ്റാത്ത പണി? ഈ പള്ളിയിൽ ബാങ്ക് കൊടുക്കണോനാ. എന്നാ വേണ്ട. വാപ്പ തീരുമാനിച്ച് അങ്ങോട്ട് പോയ ബസ് തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. ബസ് ഇരിക്കുമ്പോൾ വാപ്പ ആലോചിക്കുകയാണ്, ബാങ്ക് കൊടുക്കണോ? എൻ്റെ നാട്ടിലുണ്ടല്ലോ, ബാങ്ക് കൊടുക്കണോ? ഓന് എത്ര ശമ്പളം? 4000 അല്ല കേട്ടോ, 400. 400 റുപ്യ എടുത്താൽ ഒരു ചുരിദാറിൻ്റെ ഒരു കാലിട്ടൂല. അപ്പം ബാപ്പ ആഗ്രഹിക്കുന്ന എന്താ? സമ്പത്തുള്ള യുവാവ്. ഈ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന, ഈ സദസ്സിൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെയാ? ആ പണമുള്ള ഭർത്താവിനെയാണ് ആഗ്രഹം അല്ലേ? അറബി കോളേജിൽ പോകുന്ന പെണ്ണുങ്ങളില്ലേ? അറബി കോളേജ് തന്നെ എന്തിനാ? അറബി കോളേജ് തന്നെ കല്യാണം കഴിക്കുന്നവരെ പെൺകുട്ടിക്ക് പോയി വരാനുള്ളൊരു സ്ഥലമാണ്. പ്രിലിമിനറിക്ക് 33 കുട്ടികളെ വെച്ച് പ്രിലിമിനറി തുടങ്ങിയാൽ ആ പരീക്ഷ എഴുതാൻ 3 എണ്ണേ ഉണ്ടാവുള്ളൂ. 30 എണ്ണത്തിന് കാക്കച്ച് ഒത്തി കൊണ്ടുപോകണമായിരി വയ്ക്കുന്ന ഓരോരുത്തരും ഒത്തി കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ വിവാഹം കഴിഞ്ഞ കൂട്ടുകാരി ഭർത്താവിൻ്റെ കൂടെ ബൈക്കുമേൽ ഇരുന്നിങ്ങനെ വരുന്നത്, വിവാഹം കഴിയാത്ത പ്രിലിമിനറിക്ക് പോകുന്ന ഈ 3 എണ്ണം ഉണ്ടല്ലോ, അതിലുള്ള ഒന്ന് കാണുകയാണ്. പടച്ചോനെ, എനിക്കെന്നാ എങ്ങനെ ഒന്ന് ബൈക്കുള്ള ഭർത്താവ്. ഓക്ക് ആഗ്രഹം ഒരു ഭർത്താവല്ല, ബൈക്കുള്ള ഭർത്താവിനാണ്. പെൺകുട്ടി ആഗ്രഹിക്കുന്നത് പണമുള്ളവർ. അപ്പോൾ ആഭരണവും തമ്മിൽ, ജോലിയും തമ്മിൽ, തറവാടും തമ്മിൽ, സൗന്ദര്യവും തമ്മിൽ, പണവും തമ്മിലാണ് കല്യാണം നടക്കുന്നത്. ആദർശവും തമ്മിൽ കല്യാണം നടക്കുന്നില്ല. ഇനി തറവാടിത്തം വന്നില്ലേ? റസൂൽ അടിച്ചുടച്ചല്ലേ തറവാടിത്തം. നിങ്ങൾ ആലോചിച്ചു. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ബാർബർ കുടുംബത്ത് ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ബാർബർ കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികൾ അങ്ങോട്ട് കൊടുക്കൂല, അങ്ങോട്ട് എടുക്കൂല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും, ആണാവട്ടെ പെണ്ണാവട്ടെ, ഏറ്റവും വലിയ മനുഷ്യനാണല്ലോ അമേരിക്കൻ്റെ പ്രസിഡന്റ് ജോർജ് ബുഷ്, മൂപ്പരടക്കം, സ്വന്തം ശരീരത്തിലെങ്കിലും ചെയ്യുന്ന ഒരു പണി ബാർബർ പണിയല്ലേ? ബാർബർ പണി എടുക്കാത്ത ആരാ ഭൂമിയിലുള്ളത്? ശരിക്കും ഞങ്ങൾ എന്നിട്ട് ആ പണി എടുക്കുന്ന നമുക്ക് പറ്റൂലേ? 25 ലക്ഷം ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടിയിട്ട് ദുൽ ഹജ്ജ് 10 അന്ന് ജംറത്തുൽ അക്ബർ അറിഞ്ഞിട്ട് പിന്നെ എടുക്കുന്ന പണി എന്താ? ബാർബർ പണി. എന്താ നിങ്ങൾ ചിരിക്കണ? എനിക്ക് മനസ്സിലായിട്ടില്ല. 25 ലക്ഷം ഹാജിമാർ ജംറത്തുൽ അക്ബർ എറിഞ്ഞിട്ട് പിന്നെ എടുക്കുന്ന പണി ബാർബർ പണിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യ ഭർത്താവിൻ്റെ ഇങ്ങനെ ചേമ്പൂത്ത് തരണ്ടായി, എന്നിട്ട് ചേന ചെത്തിയമായിരുണ്ട് ഈ സാധനം. എങ്ങനെങ്കിലും ഹജ്ജിന്ന് തഹല്ലുലാവണ്ടേ? എന്നിട്ട് ആ പണി എടുക്കണോനപ്പോൾ എത്തിയാൽ പറ്റൂല. ബനു ഹിന്ദ് ഗോത്രം അറേബ്യയിലെ പ്രബല ഗോത്രം, ബനു ഹയ്യാദ് ഗോത്രം അറേബ്യയിലെ ബാർബർ കുടുംബം. ആ ബാർബർ കുടുംബത്തിലൊരു യുവാവിനെ കൊണ്ട്, ഈ ബനു ഹിന്ദ് ഗോത്രത്തിലൊരു പെണ്ണിനെ കൊണ്ട് റസൂലുള്ള മദീന പള്ളിയിൽ വെച്ചൊരു കല്യാണം നടത്തി. എന്തിനാണെന്നറിയോ? തറവാടിത്തം അടിച്ചൊടക്കാൻ. അത് വീണ്ടും തിരിച്ചു വന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് റസൂലുള്ള അടിച്ചൊടച്ച മാനദണ്ഡങ്ങളൊക്കെ വൈവാഹിക രംഗത്ത് പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? സമാധാനം. അണ്ണാച്ചികളുണ്ട് നിങ്ങൾ, അണ്ണാച്ചി കുടുംബങ്ങളെ ഒരു കയറ് ഇങ്ങനെ വെച്ച് കെട്ടി അതിൻ്റെ മുകളിൽ ഒരു ആറുവായി ഇങ്ങനെ ഇട്ട്, അതേപോലെ വീട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറുണ്ടാക്കും, അതിൻ്റെ ഉള്ളിൽ നിന്ന് കഞ്ഞി ഉണ്ടാക്കും, അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കും, അവിടെ തന്നെ കിടക്കുക ചെയ്യും. ആ കുടുംബത്തിലുള്ള സമാധാനം ടെറസിട്ട വീട്ടിലുണ്ടാവണില്ല. എന്തുകൊണ്ട്? ഇതാണ് ഈ കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആണിനും പെണ്ണിനും എങ്ങനെ മനുഷ്യന്മാരുമായി ഇടപഴകി ജീവിക്കണം എന്നതിനെപ്പറ്റി പ്രായോഗികമായ അറിവ് കൗൺസിലിംഗ് സെൻറ്റർ എല്ലാ യൂണിറ്റിലും വേണം. അതിന് ക്ലാസ് എടുക്കാൻ പോകുന്ന പ്രഗത്ഭരായ ആളുകൾ കേരളത്തിലുണ്ട്. ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ ഒരു 10 ദിവസമെങ്കിലും നമ്മളെ മഹലിൽ അങ്ങനെ ഒരു പഠനം ഉണ്ടാവണം. വെക്കേഷൻ ക്ലാസ് നടത്തുന്നത്, പഠന ക്യാമ്പ് നടത്തുന്നത്, മതപ്രഭാഷണം നടത്തുന്നത്, QLS നടത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകളെ അത് പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നത്. അതുണ്ടാവണം. പിന്നെ കുടുംബജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുടുംബജീവിതത്തിലെ ശാന്തിയും സമാധാനവുമൊക്കെ
കുടുംബ ആണും പെണ്ണും തമ്മിലുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. പെരുമാറ്റം മോശമായോ ആ കുടുംബം മോശമാകും. അപ്പോൾ എന്താണ് ഭർത്താവിൻ്റെ ബാധ്യത, എന്താണ് ഭാര്യൻ്റെ ബാധ്യത എന്നൊക്കെ വിശദീകരിച്ച് പറയാൻ ഇപ്പോൾ സമയമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റിയും ഭർത്താവിന് ഭാര്യയെ പറ്റിയും ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാവണം മറ്റുള്ളതൊക്കെ. എന്താണ് എനിക്ക് എൻ്റെ ഭാര്യയെ പറ്റി ഉണ്ടാവേണ്ട കാഴ്ചപ്പാട്? ശ്രദ്ധിച്ചോളി. ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക, ഞാൻ ഇവളെ പറ്റി ചിന്തിക്കും, ഇവളാരാന്നോ, ഏടുന്നോ കയറി വന്നൊരു സാധനം, അങ്ങനെയാ. ഞാൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് മഹർ നിശ്ചയിച്ച് 2 സാക്ഷികളെ നിർത്തി സമൂഹത്തിൽ പരസ്യപ്പെടുത്തി, എൻ്റെ പെൺകുട്ടി, എൻ്റെ മകൾ ഇന്നവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു കുട്ടിയുടെ വാപ്പ പറഞ്ഞപ്പോൾ അള്ളാൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് ഈ നിൽക്കുന്നത്. ഈ കുടുംബ സദസ്സിൽ പങ്കെടുത്ത ഭർത്താക്കന്മാർ ആലോചിക്കണം, ഈ ഭർത്താക്കന്മാർ ചെയ്യുന്ന അമലുകൾ പടച്ചവൻ സ്വീകരിക്കണമെങ്കിൽ ഈ ഭാര്യയോടുള്ള എല്ലാ ബാധ്യതയും നിർവഹിച്ചിരിക്കണം. എൻ്റെ നമസ്കാരം സ്വീകരിക്കണം, ഇവള് തീരുമാനിക്കണം. എൻ്റെ കുടുംബ സദസ്സിലുള്ള പ്രസംഗം പടച്ചവൻ സ്വാലിഹായ അമലായി സ്വീകരിക്കണം, എൻ്റെ ഭാര്യ തീരുമാനിക്കണം. ഒരു ഭർത്താവ് അങ്ങനെയാണ് ഭാര്യയെ കാണേണ്ടത്. ഇനി ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റി ഉണ്ടാകേണ്ട കാഴ്ചപ്പാടെന്താ? ഇയാളാരാ? എത്ര ആളെന്നെ കാണാൻ വന്നിനി പടച്ചോനെ, ഇതിൻ്റെ തലയിലാണല്ലോ എന്നെ വെച്ച് കെട്ടിയത് എന്തോന്നന. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ ഞാൻ സുജൂദ് ചെയ്യേണ്ട മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. നോക്കണങ്ങൾ, ചിലപ്പോൾ അയാൾ നട്ടല് പൊട്ടി കിടക്കുന്നിടത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തി 5 പൈസ വരുമാനമല്ല എന്ന് മാത്രമല്ല, പൈസ കിട്ടുന്നിടത്തോളം മൂപ്പർക്ക് വേണ്ടി ചിലവാക്കൊക്കെ ഇരിക്കും. പക്ഷേ ഈ പെണ്ണിന് സ്വർഗത്ത് പോണേ പിന്നെ സമ്മതം വേണം. ഈ 2 പേർക്കും ഉണ്ടാകുന്ന ഈ കാഴ്ചപ്പാടുണ്ടെങ്കിലുണ്ടല്ലോ ആ കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും. കാരണം അവിടെയാണ് ആത്മാർത്ഥമായ സ്നേഹമുണ്ടാവുക, അവിടെയാണ് ആത്മാർത്ഥമായ ക്ഷമയുണ്ടാവുക, അവിടെയാണ് ആത്മാർത്ഥമായ വിട്ടുവീഴ്ചയുണ്ടാവുക. ഇന്നെല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും ആത്മാർത്ഥമല്ല. അതുകൊണ്ട് ഒന്നിനും നിലനിൽപ്പില്ല. സ്നേഹത്തിന് നിലനിൽപ്പുണ്ടോ? എത്ര കാലം എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കും? വിവാഹം കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ മാത്രമാണ് സ്നേഹമുള്ളത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ എന്ത് ഭയങ്കര ക്ഷമയും ഭയങ്കര സ്നേഹവും വിട്ടുവീഴ്ചയായിരിക്കും അല്ലേ? ആദ്യ നാളുകളിലൊക്കെ നമ്മൾ കോഴിക്കോട് മാനേജർ സ്ക്വയറിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി പുതിയ സ്റ്റാൻഡിൽ വന്ന് പേരാമ്പ്രക്കുള്ള ബസ് ഇങ്ങനെ നോക്കുമ്പോൾ 2 കൂടി ഇരിക്കാൻ സീറ്റില്ല. ഞാൻ ഓട് പറയും, അമ്മ അടുത്തേക്ക് പോവാം. ആയിക്കോട്ടെ, അടുത്തേക്ക് പോവാം. സ്നേഹമാണ്. പക്ഷേ മരണം വരെ നിലനിൽക്കണം. മരണം വരെ പോയിട്ട് ഒരു കുട്ടിയായാലോ, ഈ മുമ്പ് കയറിക്കോ, നമുക്ക് കയറിയോളാം. അരീക്കോട് ഒരു അങ്ങാടിയിലെത്തൊരു പറ്റി ഓന് 2 മിനി ബസ് ഇങ്ങനെ അടുത്തടുത്ത് നിർത്തിനി. അതിൽ പറയും, ഈ മുമ്പ് കയറിക്കോ, നമുക്ക് കയറിക്കോളാം. ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്താ അങ്ങനെ പറഞ്ഞ്? ആ ഒരു കുട്ടിയായാ പോയി. ഇത് പറ്റൂല. മരണം 75 വയസ്സായ മാതാപിതാക്കൾ ഒരു കട്ടുമല കിടക്കേണ്ടതെന്ന് പഠിപ്പിച്ച മതാണ് നമ്മളത്. കുട്ടികളുണ്ടെങ്കിൽ ഫർരിഖൂഹും ഫിൽ റളാജിഇ, കിടക്കുമ്പോൾ മാറ്റി കിടത്തണം. കുട്ടികളെ മാറ്റി കിടത്തിട്ട് ഇവരൊരു കട്ടുമ്പോൾ കിടക്കണം എന്ന്. കാരണം ഈ 75 വയസ്സായ ബാപ്പക്ക് രാത്രി വെള്ളം വേണം. ആരോടെ വയ്ക്കുക? ഉമ്മ വേറെ റൂമിലും ബാപ്പ റൂം. എന്നിട്ട് ബാപ്പ രാത്രി 8 മണിക്ക് മരിച്ചു കിടക്കണത് പിറ്റേന്ന് 7 മണിക്കാണ് മനസ്സിലായത്. എത്ര അനുഭവം ഉണ്ടെന്ന് പറയും. എന്താ കാരണം? വേറെ ആയി. അതുകൊണ്ട് ആ സ്നേഹം മരണം വരെ നിലനിൽക്കണമെങ്കിൽ ഈ കാഴ്ചപ്പാട് വേണം. ഇപ്പം ഞാൻ എന്നെ പറ്റി പറയാം. ഞാനിങ്ങനെ നാടാകെ നടന്ന് കുടുംബ സദസ്സ് പ്രസംഗിച്ച് നടക്കുക. ഞാനിങ്ങനെ പള്ളിയിൽ പോകണം, നിസ്കരിക്കണം. എൻ്റെ അമലും എൻ്റെ പ്രസംഗവും എൻ്റെ ദീനീ ദഅവത്തും പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ സമ്മതം വേണം. ഈ കാഴ്ചപ്പാട് എനിക്കുണ്ട്. എന്ത് ചെയ്യാൻ ഞാൻ ക്ഷമിക്കും. കാരണം എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം. പരലോകത്തെത്തി ഭർത്താവ് എന്ന നിലക്ക് ഇയാൾ നിന്നോട് ചെയ്യേണ്ട ബാധ്യതയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പടച്ചോൻ ചോദിക്കുമ്പോൾ ഭാര്യ എങ്ങാനില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, കഴിഞ്ഞു. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആടെ എത്തുമ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് വെക്കേണ്ടി. ഏറ്റവും ചിലപ്പോൾ ഇപ്പം വീണ്ടുണ്ടാവില്ല. ആടെ എത്തുമ്പോൾ പിടിക്കുക, അവിടെ നിൽക്കിങ്ങൾ. അവിടെ എത്തുമ്പോൾ പടച്ചോനെ വിടണ്ട, പിടിച്ചവിടെ വെച്ചോ പറയും. ആനങ്ങണ്ട ഭർത്താവ് ആ സാധനം. പിന്നെ നമ്മളെപ്പറ്റി എന്തെങ്കിലും ഒരു കുറ്റം ഭാര്യ അവിടെ പറഞ്ഞാൽ തീർന്ന് നമ്മളൊരു അമലും പടച്ചോൻ സ്വീകരിക്കും. ഞങ്ങൾ സുഹൃത്ത് പോവും. ഭാര്യ അങ്ങനെ തന്നെയാ. ഭാര്യനോട് ചോദിക്കും ഭർത്താവ് എന്നുള്ളവർക്ക്, എന്നോട് ചോദിക്കും ഭാര്യ എന്നുള്ളവർക്ക് ഇവിടെ നിന്നോട് ചെയ്യേണ്ട ബാധ്യതയൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞ ഓളെ കാര്യം കട. അപ്പം ഈ പേടി പടച്ചോനെ പരലോകത്ത് ഇതൊരു ബാധയാണ്. ഉത്തരവാദിത്തം അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും
പ്രവാചകൻ ഭാര്യമാരോടുള്ള ഇണകളോടുള്ള ബാധ്യതയെപ്പറ്റി സൂചിപ്പിച്ച അതുകൊണ്ടാണ്. അവിടെയാണ് ആത്മാർത്ഥമായ സ്നേഹവും വിട്ടുവീഴ്ചയും സഹനവും ഒക്കെ ഉണ്ടാകുക. മനുഷ്യനാണ്. മനുഷ്യനെ പടച്ചോൻ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. മണ്ണിന് പല കളറുണ്ട്, മനുഷ്യനും പല കളറുണ്ട്. മണ്ണിന് പല ഗുണങ്ങളുണ്ട്, മനുഷ്യന് പല സ്വഭാവമുണ്ട്. എല്ലാം നല്ലത് അങ്ങനെ ഉണ്ടാവില്ല. ഏത് മനുഷ്യനും നന്മ ഉണ്ടോ തിന്മയുണ്ടാവും, നന്മ ഉണ്ടോ തിന്മയുണ്ടാവും. നല്ല സ്വഭാവം ഉണ്ടോ ചീത്ത സ്വഭാവം ഉണ്ടോ. ചീത്ത സ്വഭാവം നമ്മൾ എങ്ങനെ നന്നാക്കും? എങ്ങനെ നന്നാക്കുക? നിങ്ങളെ ഭർത്താവിൽ ഒരു ചീത്ത സ്വഭാവം കണ്ടാൽ നിങ്ങൾ എങ്ങനെ തിരുത്തും? പറഞ്ഞോളി. സ്ത്രീകൾ പറയും, സ്ത്രീകൾ ഉത്തരം പറയണ്ട്. ഭർത്താവിൽ ഒരു ചീത്ത സ്വഭാവം ഉണ്ട്, നമ്മളെങ്ങനെ തിരുത്തുക? ഭാര്യമാർ ഒരു ചീത്ത സ്വഭാവം ഉണ്ട്, അപ്പോൾ ആണുങ്ങൾ എങ്ങനെ തിരുത്തുക? അത് എടുത്ത് പറയും. അത് പറഞ്ഞ അവസാനം കച്ചറയാവും. അവസാനം ഞാൻ വേറൊരാൾ ഇടപെടും. അപ്പോൾ ഞാൻ എന്ത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഉള്ള ചെയ്യണ്ടേ? ചെയ്യണം. ഈ പറഞ്ഞ് ശരി തന്നെ. എങ്ങനെ പറയണം എന്ന് നമുക്കറിയില്ല. പറയേണ്ടത് എന്താണെന്നറിയാം, എങ്ങനെ പറയണം എന്നറിയില്ല. അതുകൊണ്ട് നല്ലത് പറഞ്ഞാലും ആ കുടുംബത്തിൽ കലഹം ഉണ്ടാകുക. ആ എങ്ങനെ പറയണം? ഖുർആൻ പറഞ്ഞു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. നന്മ എടുത്ത് പറഞ്ഞിട്ട് തിന്മനെ തിരുത്തുക. ഒരു ഭാര്യയിൽ ഒരു തിന്മ ഉണ്ടെങ്കിൽ ആ തിന്മയെ നമ്മൾ തിരുത്തേണ്ടത് ഭാര്യയുടെ നന്മ എടുത്ത് പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുണ്ടാവില്ല. ഭാര്യ ഒരുപാട് ദിവസം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും, നല്ലോണം തിന്നും, മിണ്ടൂല. ഒരു ദിവസം ഇപ്പിട്ടില്ല, ദത്താതെ ഇപ്പിട്ട് കുട്ടുവായത് നോക്കിക്കടി. എത്ര ദിവസമായി നല്ലത് ഉണ്ടാക്കി കൊടുക്കണം അത് പറയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ കിട്ടും. അതുകൊണ്ട് നന്മ എടുത്ത് പറയാം. ചിലപ്പോൾ ഓളുണ്ടാക്കിയ ചായ നല്ല ചായ ഉണ്ടാവും, ചിലപ്പോൾ കുടിച്ചാൻ പറ്റൂല, എന്നാലും പറയാം നല്ല ചായ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അല്ല അയ്യാതൊരു ബിരിയാണി ഞാൻ എൻ്റെ ജീവിതത്തിൽ തിന്നില്ല, അല്ലെങ്കിൽ ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചാൽ വളരെ നന്നായിട്ട് വളരെ നല്ലത് നല്ല അഭിനന്ദിക്കുക. നന്മ എടുത്ത് പറയാം. എന്നിട്ട് പറയും ഇന്നലെ മൂത്തമ്മനോട് പറഞ്ഞത് ശരിയായില്ല. അങ്ങനെ പറഞ്ഞു നോക്കിയാണെങ്കിൽ പണ്ടൊരു കൗൺസിലിംഗ് സെൻ്ററിൽ നിന്ന് ഒരു 10 ഭാര്യമാർ ഇങ്ങനെ ഇരിക്കുന്നത്, 10 ഭർത്താക്കന്മാർ ഇവിടെ ഇരിക്കും, അഭിമുഖമായിട്ടായിരിക്കണം. എല്ലാവരുടെ കയ്യിൽ ഓരോ കഷ്ണം കടലാസ് ഓരോ പേനയും കൊടുത്തു സിസ്റ്റർ. എന്നിട്ട് പറഞ്ഞു 5 മിനിറ്റ് സമയം തരാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഭാര്യ ഭർത്താവിനെ പറ്റിയും ഭർത്താവ് ഭാര്യനെ പറ്റിയും 10 കുറ്റം എഴുതണം, 10 നന്മ എഴുതണം. എന്താ എഴുതേണ്ടത്? 10 കുറ്റം എഴുതണം, 10 നന്മ എഴുതണം. 1 2 3 കിട്ട് കുറ്റം റെഡി. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ എഴുതാത്ത? എത്താ എഴുതിന്? എഴുതി കഴിഞ്ഞോ? ഇല്ല. ഏതാ എഴുതാത്ത? കോണ എത്താ അതിലൊരു കോണുള്ളത്? ഇങ്ങനെ നോക്കുക അവളത് എത്താണ് അതിലൊരു കോണ. 25 കൊല്ലമായി കൂടെ ജീവിക്കണം. കുറ്റം 10 മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ. ഒരു ഗുണം എഴുതാൻ കിട്ടണില്ല. ആ കടലാസ് വാങ്ങി ഞാൻ പരിശോധിച്ചപ്പോൾ ഒരൊറ്റ ഭാര്യയും ഭർത്താവിനെ പറ്റിയും ഒറ്റ ഭർത്താവ് ഭാര്യനെ പറ്റിയും ഗുണത്തിൻ്റെ ഏടിൽ ഒറ്റൊന്നും എഴുതിയില്ല. അതിൻ്റെ അർത്ഥം എന്താ സഹോദരന്മാർ? നമ്മളെ മനസ്സിൽ നമ്മളെ ഇണയെ പറ്റി കുറ്റം മാത്രമേ ഉള്ളൂ. അതുപോലെ നന്മ എടുത്ത് പറഞ്ഞ് കുറ്റം തിരുത്തി നോക്കി. ഖുർആൻ സ്വീകരിച്ചിരുന്ന ശൈലിയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഉപദേശിക്കുക. ഇനി ഭാര്യയിൽ ഒരു ദോഷമുണ്ടെങ്കിൽ അത് നീ ക്ഷമിച്ചാൽ അതിലൂടെ നിനക്ക് ധാരാളം നന്മ കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞു. നമ്മുടെ ഇണയിൽ അത് ഭാര്യയാട്ടെ ഭർത്താവാട്ടെ എന്തെങ്കിലും ദോഷമായ ദുസ്വഭാവം വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ധാരാളം നന്മ ലഭിക്കുന്ന അത് മനസ്സിൽ കണ്ട് നമ്മൾ പെരുമാറുക. ഇനി മറ്റൊരു സംഗതി പറയാനുള്ളത് കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഭർത്താവിൻ്റെ വീട്ടിലെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മയും ബാപ്പയും ഏട്ട അനിയ പെങ്ങന്മാരുമായി യോജിക്കാതെ അമ്മായിമ്മ നാത്തൂൻ പോരായി അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതോ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മക്കും ബാപ്പക്കും പെങ്ങന്മാർക്കും ഒരു പേടിയുണ്ട്. എന്താ പേടി? അവരോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ? സ്വാഭാവികമായി ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നൊരു പേടിയാണ്. അതില്ല എന്ന് വരുത്താൻ എന്നെക്കൊണ്ട് എൻ്റെ വിവാഹ ശേഷമുള്ള എൻ്റെ പെരുമാറ്റം ഉമ്മനോട് കൂടുതൽ സ്നേഹം, ബാപ്പനോട് കൂടുതൽ സ്നേഹം, പെങ്ങന്മാരെ വീട്ടിലൊക്കെ നിരന്തരം പോവുകയും ഒക്കെ. അപ്പം അവർക്കൊക്കെ സ്നേഹം കൂടുതൽ എന്നോടല്ല, ആരോടാ കൂടുക? പെണ്ണിനോടായിരിക്കും അല്ലേ? വിവാഹശേഷം എൻ്റെ അമ്മനോട് എനിക്ക് സ്നേഹം കൂടി, അമ്മക്ക് സ്നേഹം കൂടുതൽ എന്നോടല്ല, ആരോടാണ്? പെണ്ണിനോടാ. കുറഞ്ഞാലോ അതിൻ്റെ ദോഷം പേരേണ്ടി വല്ലാരാ? ഈ പെണ്ണാണ്. അപ്പോൾ ആരോടുള്ള സ്നേഹം കുറഞ്ഞില്ല എന്നുള്ളത് എൻ്റെ പെരുമാറ്റത്തിലൂടെ തെളിയിക്കാൻ സാധിക്കണം. അവിടെയാണ് ചില യുവാക്കൾ പരാജയപ്പെട്ടു പോലെ. ഇവൻ കല്യാണം കഴിക്കുന്നതോടുകൂടി പിന്നെ ഇവള് പറഞ്ഞതിനനുസരിച്ച് മാത്രം പെരുമാറുക.
ഇവള് പറയാം ഞങ്ങളെ തള്ള വളരെ മോശാട്ടോ. ഈ ചെങ്ങായി പറയാം 25 കൊല്ലമായിട്ട് തള്ളൻ്റെ കൂടെ ജീവിക്കണിപ്പം പറയാം ഇവള് വന്ന് പറഞ്ഞെടുക്കേണ്ടി വന്നോ തള്ള മോശാന്ന്? അത് കേൾക്കരുത്. നമ്മളാണായി നിൽക്കുക. കല്യാണം കഴിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാത്തവരോട് ഞാൻ സംഗതി പറഞ്ഞുതരാം. നിങ്ങൾ കല്യാണം കഴിച്ച അന്ന് അന്തി ചെയ്യേണ്ട പണി എന്താ അറിയോ? എല്ലാവരും വിളിച്ച് വാപ്പുണ്ട്, ഉമ്മ ഉണ്ട്, കാക്കുണ്ട്, പെങ്ങളുണ്ട്, അഞ്ചുണ്ട്. ഓളി വിളിക്കുക ഇവിടെ വാടി, ഇതിൻ്റെ വാപ്പേ, ഇതിൻ്റെ അമ്മേ, ഇതേ പറയാവൂ കേട്ടോ, ഇതിൻ്റെ പെങ്ങളാ, ഇതിൻ്റെ അഞ്ചനാണ്, ഇതിൻ്റെ കാക്ക, അത്രേ പറയാവൂ. ചില ആളുകൾ എന്ത് പറയുന്നറിയോ? റെഡി വാ, ഇതിൻ്റെ അമ്മേ വിവരല്ല, അത് പറയരുത്. അത് പറഞ്ഞാൽ പിന്നെ ഓളെ നമുക്ക് തിരുത്താൻ കഴിയൂല. കാരണം എന്താ പറയുക, പിറ്റേന്ന് രാവിലെ ഇവിടെ നിങ്ങൾ പറഞ്ഞായിരുന്നു നിങ്ങളെ തള്ള ഒരു വിവരമില്ല, അതുകൊണ്ട് വിവരം ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പോകണ്ട, ഇതിൻ്റെ അമ്മയെന്ന് മാത്രം പറയാം. ഉമ്മനോട് പറയാം, അമ്മ അത് 17 വയസ്സായ കുട്ടിയാണ്, ഈ കുട്ടി അന്യൊരു വീട്ടിൽ പോയൊരു ദിവസം കിടന്നുറങ്ങിയില്ല, അതുകൊണ്ട് അവൾക്ക് അറിയൂല, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത നിങ്ങളോട് പറയും, ഞാൻ കേൾപ്പിച്ചോളാം. പെങ്ങന്മാരെ വിളിച്ചാൽ മോളെ ഇതാ നിങ്ങൾ അഞ്ചത്തിയാണിത്, ഈ കുറ്റം പറയാനും വേറെ വെച്ചാലും നടന്നാൽ പോരാ, ഈ പറഞ്ഞു കൊടുക്കണം എന്ന് ഓലാണ്ട് ഏൽപ്പിക്കുക. അപ്പോൾ ഓൾക്ക് തോന്നുന്നു ആങ്ങളെൻ്റെ ഭാഗത്താണ്, ബാപ്പ തോന്നും മോൻ്റെ ഭാഗത്താണ്, ഉമ്മ തോന്നും മോൻ്റെ ഭാഗത്താണ്. അവസാനം അന്തി കിടക്കുമ്പോൾ പെണ്ണുങ്ങളോട് പറയും ഞാൻ എൻ്റെ ഭാഗത്താട്ടോ. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുമായി. അപ്പം അങ്ങനെ നിന്നാൽ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം പരിഗണന. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ടത് പണമല്ല, ഭക്ഷണമല്ല, വസ്ത്രമല്ല, മക്കൾ എന്നുള്ളതിലേക്ക് നമ്മൾ അവരെ പരിഗണിക്കണം. ഈ പരിഗണനയാണ് ഈ വിവാഹശേഷമില്ലാണ്ടായി പോണത്. അപ്പം ഞാനെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. കല്യാണത്തിന് കഴിഞ്ഞാൽ സൽക്കാരം എന്നൊരു ഉണ്ടല്ലോ, അപ്പോൾ എന്നെ വെളുത്ത് സൽക്കാരത്തിന് പോവാം. മൂത്താപ്പ വിളിച്ചു ഒരു ദിവസം തന്നെ രാവിലെ, എടാ ഈ ബുധനാഴ്ച ഇടുവാട്ടോ, ബുധനാഴ്ച ഉച്ച ഇങ്ങോട്ട് വരേണ്ടി. ആ വിളിച്ച് ഫോൺ അവിടെ വെച്ചാൽ ഞാൻ ആദ്യം പറയേണ്ടത് എൻ്റെ പെണ്ണുങ്ങളോടല്ല, എൻ്റെ അമ്മനോട്. ഉമ്മ മൂത്താപ്പയെ വിളിച്ചത് ബുധനാഴ്ച അടിച്ചെല്ലാം പറഞ്ഞു. ആ മോൻ ആദ്യ വിവരം പറഞ്ഞത് എന്നോടായി, ഉമ്മനോണ്ടായി. എന്നിട്ട് പറയടി ബുധനാഴ്ച വേറെ പോകാൻ കേട്ടോ, ഈ വേറെ ഏൽക്കണ്ട, തീർന്ന്. ബുധനാഴ്ച രാവിലെ അമ്മ കഞ്ഞിയും ചോറും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച് ഇങ്ങോട്ട് പോയിരുന്നോ? ഞാൻ പോരുന്നില്ല, ഞാൻ പോകുന്നൊരു കാര്യമില്ല, എനിക്ക് അവിടെ ഉണ്ടാക്കി ഒന്നും തിന്നാൻ പറ്റൂല, പിന്നെ യാത്ര ചെയ്യാനും പറ്റില്ല, നിങ്ങൾ പോരി. അന്ന് അങ്ങ് കഞ്ഞി അവിടെ ഉണ്ട് കേട്ടോ, ഗുളിക തന്നണട്ടമ്മ, പ്രഷറിൻ്റെ ഗുളിക തന്നണം, ആ മരുന്ന് കുടിക്കണം, ഇതൊക്കെ ജനൽമൽ ഇവിടെ എടുത്ത് വെച്ചിന്, ഒക്കെ ഓളോട് എടുത്തതാ, ഒക്കെ അവിടെ എടുത്ത് വെച്ചിന്, ഞങ്ങൾ വേഗം വരട്ടോ ശരാൻ പറഞ്ഞമ്മി. നമ്മൾ സർക്കാരും കഴിഞ്ഞ് വരുമ്പോൾ അമ്മ എന്താ ചെയ്യുക? അമ്മ ഇങ്ങനെ മുറുക്കാൻ കുത്തിക്കൊണ്ട് നിൽക്കുക. മുറുക്കാൻ കുത്തുമ്പോൾ അമ്മൻ്റെ ഓൾ രണ്ടാളും ഒറ്റക്കാ പോയപ്പോൾ ഇപ്പം എന്നെ പറ്റി എന്തോ പറഞ്ഞു കൊടുക്കുമോ? ഇങ്ങനെ ആ കുത്തുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഓളയും കുത്തും. അപ്പം അങ്ങനെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് വലിയൊരു പ്രശ്നമുള്ളത്. തിരിച്ച് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ശരാൻ പറയുമ്പനോട് മങ്ങൾ ചോറുന്നോ, അല്ലെ കഞ്ഞി കുടിച്ചോ, മരുന്ന് കുടിച്ചോ, ഗുളിക കുടിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എടി വരുമ്പോൾ തന്നെ ഒരു 500 മുന്തിരി വാങ്ങാം. മുന്തിരി വാങ്ങിയിട്ട് ഓളെ ബാഗിലിടുക. ഒരു ബാഗ് ഉണ്ടാവില്ലോ, ഇല്ലെങ്കിൽ ഒരു ബാഗ് ഉണ്ടാവും, അതിൽ ആ മുന്തിരി കിടക്കട്ടെ ഒരു ഉപകാരത്തിന്. അത് കൊണ്ടുപോയി കഴുകിയിട്ട് അത് കഴുകി കൊടുക്കണി. ഓള് ഓടി വന്ന് ഡ്രസ്സ് മാറുന്നതിന് ഉമ്മനോട് സലാം പറഞ്ഞ് ആ മുന്തിരി കഴുകി കൊണ്ടുവച്ച് ഉമ്മൻ്റെ മുറുക്കാൻ ഇത് നിന്നിട്ട് തിന്നാം. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കൈ വെച്ചെടുത്ത് അവിടെ പോയത്, അവിടെ ആരൊക്കെ ഉണ്ടായത്, അവിടെ എന്തൊക്കെ വിഭവം ഉണ്ടായത്, അവിടെ നിന്ന് ഉമ്മനോട് പലരും അന്വേഷണം പറഞ്ഞിട്ടുണ്ടാവും, സലാം പറഞ്ഞിട്ടുണ്ടാവും, ഒക്കെ വിവാഹമൊക്കെ പറഞ്ഞാൽ ഒക്കെ വളരെ സന്തോഷമായി. ഇന്ന് എൻ്റെ മോളും മോനും മരുവോളും അംഗീകരിച്ചു, പിന്നെ എന്താ പറയുക, പരിഗണിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ ഷർട്ട് അയച്ചു കൊടുക്കുമ്പോൾ അമ്മ കഞ്ഞിവെള്ളം ഉണ്ടാടെ, ഞാൻ കൊണ്ടുവരാൻ അടക്കിട്ടോ ഓടെ എടുത്തു. കാരണം എന്താ അറിയാം, പിന്നെ ഓന് ഭാര്യ ഉണ്ടെന്നും ഭാര്യ വേണേൽ എടുത്തിട്ട് കൊടുത്തോട്ടെ ഒന്നും അറിയില്ല. കാരണം മോൻ എന്നെ പരിഗണിച്ചിരിക്കുന്നു. ഈ പരിഗണന നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകില്ല. സൽക്കാരം കഴിഞ്ഞ് വന്ന് തള്ളനൊരു നോട്ടം, അങ്ങനെ തള്ളം കൊണ്ട് എന്നാലേ ഇന്ന് നല്ലോണം കുത്തിന്ന്. അപ്പോൾ ഉറപ്പായി ഇന്ന് എന്നെ പറ്റി എന്തോ കോതി കൊടുത്തിന് മോനോട് വേണ്ടിയില്ലല്ലോ. അപ്പോൾ റൂമിൽ എത്തിയത് ആദ്യത്തെ നമ്മളാട്ടി മുമ്പിൽ. നമ്മളിതൊന്നും അറിയില്ല, ഒന്നും അറിയാത്ത വിവരം അറിയാത്ത. അപ്പോഴാണ് ഉമ്മ വിളിച്ചാൽ കൊണ്ടൂരമ്മ വെത്താണ്ടി കഞ്ഞിവെള്ളം ഉണ്ടാടെ പോയി നോക്ക്, എന്നോട് ഒരുത്തില്ല അവളോട് അറിയും. എന്താ അങ്ങനെ അറിയാൻ കാരണം? മോനെ പരിഗണിച്ചില്ല. ഈ പരിഗണന വിനയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാ. ഉമ്മൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരിക്കണം. നമുക്ക് ഇരിക്കാൻ സമയമുണ്ടോ? ഉമ്മനെ കാണലുണ്ടോ? എന്താണോ ഓരോ ദുഃഖം നമ്മൾ അറിയലുണ്ടോ? അവരുടെ പ്രയാസങ്ങൾ എന്താണ്? അവരുടെ കൂടെ ഇരിക്ക്, എന്നിട്ട് അവരോട് വർത്താനം പറയും. എങ്ങനെ വർത്താനം പറയണോ അത് അറിയില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ പകുതി മലയാളം പകുതി ഇംഗ്ലീഷും ആയിരിക്കും. അത് സ്വാഭാവികമായ വിദ്യാഭ്യാസം കുടുംബ സംസാരത്തിൽ അങ്ങനെ വരും. പക്ഷെ ഉമ്മനോട് പറയരുത് നിങ്ങൾ. ഉമ്മക്കൊരു മലയാളമുണ്ട്, സാധാരണ മലയാളത്തിനേക്കാളും താഴെയാണത്. ആ മലയാളം അമ്മനോട് പറയാം. അപ്പോൾ ഒരു കുട്ടി പണ്ട് ഉമ്മനെ പേടിപ്പിച്ചൊരു കഥ പറയലുണ്ട്. കുട്ടി സ്കൂളിൽ പോയി, അപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ എന്തേ ഞാൻ എന്ന് ഓത്തുള്ളില്ലെന്ന് വെച്ചു ഉമ്മ. ഓത്തുള്ളി എന്നാണ് പണ്ട് സ്കൂളിലും മദ്രസിനും ഒക്കെ ആണല്ലോ പറയാം. അപ്പോൾ ഈ കുട്ടിയാണ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് കാര്യം. വലിയമ്മ കുറച്ച് നേരം മിണ്ടിയില്ല. പിന്നെ ചോദിച്ചു എന്നിട്ട് ആരും എന്തോ പറ്റിയോന്ന്. എന്നിട്ടൊന്ന് കെട്ടിമാറി വീണ് തന്നാ വലിയ വിചാരിച്ച് എന്ത് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. ഒരു മാസത്തിൽ 4 ശനിയാഴ്ച ഉണ്ടാവുമ്മ.
അത് രണ്ടാമത്തെ ശനിയാഴ്ച രണ്ടാം ശനി എന്നാണ് പറയാം. അന്ന് ഞങ്ങൾ സ്കൂൾ ഉണ്ടാവില്ല, നിങ്ങൾ നിച്ചല്ലേന്ന് വെച്ചാൽ അതാണ് ഓരോരുത്തരോട് സംസാരിക്കേണ്ട രീതി. അഞ്ചിലും നാസ മനാസിലും എന്ന് റസൂൽ തന്നെ പറഞ്ഞതാണ്. ഓരോരുത്തരോട് പെരുമാറേണ്ട സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ച് അങ്ങനെ കുടുംബം കൊണ്ടുപോവുക. ഞാൻ നിർത്തുകയാണ്. സന്താനങ്ങളെ പറ്റി ഇവിടെ പറയേണ്ടതുണ്ട്. കുട്ടികൾ പടച്ചവൻ്റെ അനുഗ്രഹം. പക്ഷെ ഇന്ന് അള്ളാൻ്റെ അനുഗ്രഹമായി മക്കളെ നമ്മൾക്ക് എങ്ങനെ പോറ്റണം എന്ന് നമുക്കറിയില്ല. കുട്ടികളുടെ നിയന്ത്രണം, കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയില്ല. കുട്ടികൾ നിയന്ത്രിക്കണം എന്നറിയാം, എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയില്ല. കുട്ടികൾക്ക് പണം കൊടുക്കണം എന്നല്ല, എപ്പോൾ എത്ര എങ്ങനെ കൊടുക്കണം എന്നറിയില്ല. കുട്ടികൾ ചോദിക്കുന്നത് വാങ്ങിക്കൊടുക്കണം എന്നറിയാം, എന്ത് എപ്പോൾ എത്ര വാങ്ങിക്കൊടുക്കണം എന്നറിയില്ല. ഇതറിയാത്തത് കൊണ്ട് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ജോലി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പലരും പറഞ്ഞു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, സർക്കാർ ഉദ്യോഗം കിട്ടണം എന്നാണ് നമുക്കൊക്കെ ആഗ്രഹം. എന്താ കാരണം? 55 വയസ്സിന് ശേഷം പെൻഷൻ കിട്ടും. അതാണ് എൻ്റെ മെച്ചം. ഇപ്പം ഈ അടുത്ത് നമ്മളൊരു സുഹൃത്തിൻ്റെ വാപ്പ മരിച്ചു. അപ്പോൾ കുറേ മുമ്പ് വെച്ചതാണ്. ഇപ്പോൾ ഒരു പരിപാടി ബന്ധപ്പെട്ട് അവനെ കണ്ടപ്പോൾ പറഞ്ഞു വാപ്പ മരിച്ചു 30 വർഷം ജോലി ചെയ്തു, 33 വർഷം പെൻഷനും വാങ്ങിന. 30 വർഷമേ ജോലി ചെയ്തുള്ളൂ, പെൻഷൻ വാങ്ങി 33 അല്ല. അപ്പോൾ അതാണ് ഗവൺമെൻറ് ജോലിൻ്റെ ഉദ്ദേശം, മെച്ചം. അത് ദുനിയാവിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചാൽ പോരാ. നമ്മൾ പരലോകത്തെ പറ്റി ആഗ്രഹിക്കേണ്ടത് എങ്ങനെ? മരിച്ചാലും എനിക്ക് പ്രതിഫലം കിട്ടണം. ഞാൻ മരിച്ചാലും പ്രതിഫലം നിൽക്കരുത്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് 3 കാര്യം റസൂൽ പറഞ്ഞു. അതിൽ ഒന്നെന്താവും? വലതും സാലും എതിർക്കും. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. ഒരു അനുഭവം, ഒരു മഹല്ലിൽ ഖുത്ബ പറയാൻ വേണ്ടി കുറച്ച് കാലം നിന്നു. അപ്പോൾ ആ നാട്ടിലെ വളരെ വലിയ പണക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു 10-50 കോടി ഉറുപ്പ്യൻ്റെ സ്വത്ത് അയാൾക്കുണ്ട്. ഒറ്റ ആൺകുട്ടിയാണ്, ആണും പെണ്ണുമായിട്ട് ഒന്നാണ്. അയാളാണ്ട് മരിച്ചപ്പോൾ ഏകദേശം എൻ്റെ കണക്കനുസരിച്ച് ഒരു മൊത്തത്തിൽ ഒരു 15,000 ആൾ വന്നിട്ടുണ്ട് മയ്യത്ത് സ്കരിക്കാൻ, മയ്യത്ത് പെരുമാറ്റി പങ്കെടുക്കാൻ. അതിൻ്റെ ഇരട്ടി ആളുകൾ വന്നു പോയിട്ടോ. അവിടെ നിന്ന് എന്തായാലും നിസ്കരിച്ചിട്ടേ പോകുള്ളൂ എന്ന് വിചാരിക്കുന്ന 15,000 ആളുണ്ടാവും. അപ്പം 40 ലക്ഷം ഉറുപ്പ്യൻ്റെ പള്ളിയാണ് ആ നാട്ടുകാരുണ്ടാക്കിയതാണ്. അതിൽ ഏകദേശം 1000-1200 ആൾക്ക് സുഖമായിട്ട് നിസ്കരിക്കുക. എത്ര പ്രാവശ്യമായി നിസ്കാരം നടന്നത്? 16 പ്രാവശ്യമാണത്, പള്ളി ഫുള്ളായിട്ട്. ആ മയ്യത്ത് മയ്യത്ത് കട്ടിലിങ്ങനെ വഹിച്ചുകൊണ്ട് പോരുന്നത് മൂത്ത മോനാണ് മുമ്പിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലുണ്ട്, മയ്യത്ത് വാങ്ങി അവിടെ വെച്ച്. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമസ്കരിക്കാൻ ഇതിൻ്റെ പള്ളിയിൽ കൊള്ളുന്നതിൻ്റെ 16 ഇരട്ടി ആളുകൾ പുറത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒതുണ്ടാക്കി കയറണം എന്നൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കി കയറി. മോനെ കാത്തുന്നിട്ട് ഇവനെ കാണില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കുത്തരം നിൽക്കുകയല്ല. അപ്പോൾ ദേഷ്യം പിടിക്കൽ തുടങ്ങി. ഞാൻ പറഞ്ഞ രണ്ടിരി ചിലപ്പോൾ മൂത്രം വയ്ക്കാൻ മനുഷ്യനല്ലേ, മയ്യത്ത് ബന്ധപ്പെട്ട് ആൾക്ക് മറന്നു പോയിട്ടുണ്ടാവുമല്ലോ. പള്ളിയിലെത്തുമ്പോൾ മൂത്രവാത്തി കാണുമ്പോഴായിരിക്കും ഒന്ന് മൂത്രം വെച്ചിട്ട് നിസ്കരിക്കുക. മൂത്രം വയ്ക്കുമ്പം കാഷ്ടിക്കാൻ മുട്ടുമ്പോൾ നിസ്കരിക്കുന്നതാണല്ലോ, അത് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനെ പറ്റി അതും കൂടി പറഞ്ഞു. 5 മിനിറ്റ് പിന്നെയും കാണില്ല. അപ്പോൾ ആൾ പറഞ്ഞു മൗലവി ഇത് കാത്തിക്കാൻ അവരെ നിസ്കരിച്ചു കൂടിയാണ്. ഞാനാണ് നിസ്കരിച്ച് ഒരു 16-17 പ്രാവശ്യമായിട്ട് പലരും ഇമാമ നിസ്കാരമുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇവനെ കാണില്ല. ഞാൻ അവസാനം എവിടെ പോയി ഇവൻ അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ബാത്റൂമിൽ കയറി ഉള്ളിൽ കുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ മുട്ടിയിട്ട് പറഞ്ഞു മൗലവിയാണ്, വാതിൽ തുറക്കുക. വാതിൽ തുറന്നപ്പോൾ ഒരു മനുഷ്യൻ അവനെ ഫാൻ്റെ കുപ്പായത്തോടെ ഹൗദിലിട്ട് മുക്കിങ്ങനെടുത്താൽ എങ്ങനെ അതുപോലെ വിയർത്ത് കുളിച്ച് ശരീരത്തിൽ തുണിയോ കുപ്പായൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് മുഖം ആകെ വാടി. എന്താണത്? എന്താ എനിക്ക് പറ്റിയത്? ഒതുണ്ടാക്കാൻ അറിയില്ല. എന്നോട് പറഞ്ഞതാണ്. കോടിക്കണക്കിന് ഉറുപ്പ്യ ഈ ബാപ്പുണ്ടാക്കി കൊടുത്തത്. അവസാനം ചലനമറ്റ് കിടക്കുമ്പോൾ ബാപ്പൻ്റെ മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തല്ലേ അരൻ്റെ ഭാഗത്ത് നിന്നിട്ട് പടച്ചോനെ ഈ കിടക്കണത് എൻ്റെ ബാപ്പയാണ്, ഇന്നെ പോറ്റി ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കണ, എനിക്ക് നിസ്കാരം പോയിണ്ടാവും, നോമ്പ് പോയിണ്ടാവും, സക്കാത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് എൻ്റെ വാപ്പൊക്കെ ഈ പുറത്ത് കൊടുക്കണേന്ന്